dear learners. I'm Christina Georgy and I welcome you to my session. Today we'll deal with the course code BPCS-186, which is titled Managing Stress. This is a skill-based elective of 4 credits offered in the 4th semester for various disciplines such as psychology, sociology, history, public administration and many more. As this is not a language-based paper, there will be Malayalam explanation in between. Moreover, as the TE is soon approaching, this lecture series would focus on the most important aspects to be kept in mind. For detailed English explanation, you may refer to my playlist titled BPCS186. So, ഇന്ന് നമ്മൾ BPCS186ൻ്റെ വെരി ഫസ്റ്റ് യൂണിറ്റ് കാണാൻ പോവുകയാണ്. ബിഫോർ ദാറ്റ് ഞാൻ നിങ്ങളെ ഒന്ന് കോഴ്സിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഐ സപ്പോസ് യു മസ്റ്റ് ഹാവ് സീൻ ദ കോഴ്സ് ഇൻട്രൊഡക്ഷൻ വീഡിയോ. അതിൻ്റെ അകത്ത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ഇഫ് നോട്ട്, ഞാനൊന്ന് ക്വിക്ക്ലി അത് ബ്രഷപ്പ് ചെയ്യാം. ഈ പർട്ടിക്കുലർ കോഴ്സ് കോഡ്, റിമെമ്പർ ദ കോഴ്സ് കോഡ്, ഇറ്റ് ഇസ് BPCS186. ഇതിൻ്റെ അകത്ത് 2 ബ്ലോക്സ് ആണുള്ളത്. The first block is titled Introduction to Stress and the second block is titled Stress Management. അപ്പോൾ ഫസ്റ്റ് ബ്ലോക്കിൻ്റെ അകത്ത് നമുക്കുള്ളത് 4 യൂണിറ്റ്സ് ആണ്. അതിലെ ഫസ്റ്റ് യൂണിറ്റ് ഒരു ജനറൽ ഇൻട്രൊഡക്ഷൻ ആണ്. അതൊരു ജനറൽ ഇൻട്രൊഡക്ഷൻ ആണെന്ന് പറഞ്ഞ് വിട്ടുകളയരുത്. അതിൻ്റെ അകത്തുനിന്ന് ഷുവറായിട്ട് നേച്ചർ ആൻഡ് സോഴ്സസ് ഓഫ് സ്ട്രെസ്സിനെ കുറിച്ച് ക്വസ്റ്റ്യൻ വരും. ഓൾറൈറ്റ്, അടുത്ത യൂണിറ്റ് യൂണിറ്റ് 2 എന്ന് പറയുന്നത് മോഡൽസ് ഓഫ് സ്ട്രെസ്സിനെ കുറിച്ചുള്ളതാണ്. കുറച്ച് തിയററ്റിക്കലായിട്ടുള്ള ആസ്പെക്ട്സ് ആണ് അതിൻ്റെ അകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളുടെ ഈ സ്റ്റഡി മെറ്റീരിയലിലെ ഏറ്റവും നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട ഒരു യൂണിറ്റ് എന്ന് പറയുന്നത് യൂണിറ്റ് 2 ആണ്. ഐ അഷ്വർ യു ദാറ്റ് അവിടെ നിന്ന് 2 അതിൽ കൂടുതലോ മോഡൽസ് ഓഫ് സ്ട്രെസ്സിൽ നിന്ന് ക്വസ്റ്റ്യൻ ഉണ്ടാവും. അവിടെ നിന്ന് എന്ത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും ആദ്യത്തെ 3 മോഡലുകൾക്ക് പിക്ചോറിയൽ റെപ്രസെൻറ്റേഷനും നിങ്ങൾ പ്രൊവൈഡ് ചെയ്യേണ്ടി വരും. വെരി ഓഫൺ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ പറയും വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ ഡയഗ്രാം എക്സ്പ്ലെയിൻ ദിസ് മോഡൽ എന്ന് തന്നെ ചോദിക്കും. അങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിലും എൻ്റെ അഭിപ്രായത്തിൽ ചോദിച്ചിട്ടില്ലെങ്കിൽ പോലും നിങ്ങൾ ആ ഡയഗ്രാം വരയ്ക്കുന്നത് നിങ്ങൾക്ക് മാർക്ക് നന്നായി സ്കോർ ചെയ്യാൻ നിങ്ങളെ സഹായിക്കുന്നതാണ്. ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ, മൂന്നാമത്തെ യൂണിറ്റ് എന്ന് പറയുന്നത് സ്ട്രെസ്സ് കൂടാനുള്ള കാരണങ്ങൾ, ഏതൊക്കെ ഫാക്ടേഴ്സ് കൊണ്ടാണ് അതുണ്ടാവുന്നതെന്ന്. അപ്പോൾ ആ ഫാക്ടേഴ്സ് കോൺട്രിബ്യൂട്ടിംഗ് പ്രോൺനെസ് എന്നുള്ള ഒരു ഭാഗവും ഞാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് സജസ്റ്റ് ചെയ്യുന്നതാണ്. പിന്നെ ഈ സ്ട്രെസ് കാരണം നമുക്ക് ജീവിതത്തിൽ എന്തെല്ലാം ഇഫക്ട്സ് ആണ് ഉണ്ടാവുന്നത്, അതിനെക്കുറിച്ചും there could be a question. It could be a question on performance and productivity most probably. ഓക്കെ, ഇനിയുള്ളത് ബ്ലോക്ക് 2 ആണ്. ബ്ലോക്ക് 2ൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക് എന്ന് പറയുന്നത് യൂണിറ്റ് 5 തന്നെയാണ്. ബ്ലോക്ക് 2ലെ ഏറ്റവും പ്രധാനപ്പെട്ട യൂണിറ്റ് 5 ആണ്. ബ്ലോക്ക് 1ലെ യൂണിറ്റ് 2 എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണോ അത്രത്തോളം തന്നെ ബ്ലോക്ക് 2ലെ യൂണിറ്റ് 5 ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഈ സ്ട്രെസ്സിനെ നമ്മൾ എങ്ങനെ അതിജീവിക്കുന്നു, എങ്ങനെ കോപ്പപ്പ് ചെയ്യുന്നു എന്നുള്ള ഒരു കാര്യമാണ് നമ്മൾ അന്വേഷിക്കുന്നത്. അവിടുന്ന് നേച്ചർ ആൻഡ് ഡെഫിനിഷൻ ഓഫ് കോപ്പിങ്ങിലെ നേച്ചർ ഓഫ് കോപ്പിങ്ങും ചോദിച്ച് കണ്ടിട്ടുണ്ട്, കോപ്പിംഗ് സ്റ്റൈൽസ് ഷുവറായിട്ടും ചോദിക്കും. ഓക്കെ, ഐ എം ട്രൈങ് ടു ഗിവ് യു ആൻ ഓവർവ്യൂ എങ്ങനെയൊക്കെ ആയിരിക്കും എന്നൊക്കെ. പിന്നെ നിങ്ങൾക്കും അറിയാം റിലാക്സേഷൻ ടെക്നിക്സ്, സ്ട്രെസ് മാനേജ്മെൻറ്റ് ടെക്നിക്സ് 5 തരത്തിലുള്ളതാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ആ ഒരു യൂണിറ്റ് 6ൽ റിലാക്സേഷൻ ടെക്നിക്സ്, മെഡിറ്റേഷൻ, യോഗ ഒക്കെ നിങ്ങൾ കേട്ടിട്ടുള്ളതാണ്. അതിനാൽ തന്നെ ക്വസ്റ്റ്യൻ ചോദിക്കാൻ കൂടുതൽ ചാൻസ് ഉള്ളത് ബയോ ഫീഡ്ബാക്ക് അഥവാ മൈൻഡ്ഫുൾനെസ് എന്നൊക്കെയുള്ള കുറച്ച് കോൺസെപ്റ്റ്സിൽ നിന്നാണ്. അത് കുറച്ച് ഫോക്കസ് കൊടുത്ത് പഠിക്കേണ്ടതാണ്. സൈക്കോളജി പഠിക്കുന്നവർക്കൊക്കെ CBT ഒക്കെ നന്നായിട്ട് അറിയാവുന്ന കാര്യമായിരിക്കും അല്ലേ? അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ് കോഗ്നിറ്റീവ് റീസ്ട്രക്ചറിങ് എന്ന് പറയുന്നത്. അതും ഒരു സ്ട്രെസ് മാനേജ്മെൻറ്റ് ടെക്നിക്കാണ്. അത് ഐ ഫൈൻഡ് ദാറ്റ് റിയലി ഇമ്പോർട്ടൻറ്റ്. അത് പഠിക്കണം. യൂണിറ്റ് 7ൽ നിന്ന് അത്യാവശ്യം മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കോൺസെപ്റ്റാണ് കോഗ്നിറ്റീവ് റീസ്ട്രക്ചറിങ് എന്നുള്ളത്. ടൈം മാനേജ്മെൻറ്റിൽ നിന്ന് അറ്റ് ടൈംസ് ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ട്. ബട്ട് ഐ എം വെരി ഷുവർ ദാറ്റ് എല്ലാവർക്കും അത് എളുപ്പമായിട്ട് മനസ്സിലാവുന്ന
ഒരു കോൺസെപ്റ്റാണ്. അവസാനത്തെ യൂണിറ്റിൽ നിന്ന് ഇൻ്റർപേഴ്സണൽ സ്കിൽസ്, പ്രോബ്ലം സോൾവിങ്, അതിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ഏതെങ്കിലും റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനും നമുക്ക് പ്രതീക്ഷിക്കാം. സോ ഐ ഹവ് ഓൾറെഡി ഡിസ്കസ്ഡ് എ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ. ഇഫ് ഐ റിമെമ്പർ ഐ വിൽ ഷെയർ ഇറ്റ് വിത്ത് യു ഓൾസോ. സോ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്, ക്വസ്റ്റ്യൻ പാറ്റേൺസ് എന്തൊക്കെയാണ്, ഏതൊക്കെ രീതിയിലാണ് ക്വസ്റ്റ്യൻ വരുന്നത്, എവിടെ നിന്നൊക്കെയാണ് ക്വസ്റ്റ്യൻസ് കൂടുതൽ ചോദിക്കുന്നത്, മാത്രമല്ല ഓപ്ഷൻസ് ചൂസ് ചെയ്യുന്ന എങ്ങനെയാണ്, എങ്ങനെ നമുക്ക് കൂടുതൽ എളുപ്പത്തിൽ ആൻസർ പ്രസൻറ്റ് ചെയ്യാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിൻ്റെ അത് പറഞ്ഞിട്ടുണ്ട്. താല്പര്യമുള്ളവർ ഞാനത് ഷെയർ ചെയ്യുമ്പം നിങ്ങൾക്ക് അത് കണ്ടു മനസ്സിലാക്കാവുന്നതാണ്. So right now let's move on to the very first unit of this particular course code, stress and introduction. So ഈ particular യൂണിറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്തൊക്കെയാണ്? We'll discuss the concept of stress, the nature, types and symptoms of stress, sources of stress and finally measurement of stress. അത് ഓരോന്നായിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കി പോവാം. നമുക്ക് എല്ലാവർക്കും ജീവിതത്തിൽ പല സാഹചര്യങ്ങളിലും സ്ട്രെസ് അനുഭവിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. സ്ട്രെസ് അനുഭവിക്കാത്തതായി ആരും തന്നെ ഈ കൂട്ടത്തിൽ ഉണ്ടാവില്ല. ഉണ്ടോ? ചെറിയ രീതിയിലോ വലിയ രീതിയിലോ. ദ ഇൻറ്റൻസിറ്റി മൈറ്റ് ബി ഡിഫറെൻറ്റ്, ബട്ട് അറ്റ് ടൈംസ് നമ്മളെല്ലാവരും ഒരു പരിധിവരെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ സ്ട്രെസ്സ് ഫീൽ ചെയ്യുന്നുണ്ട് അല്ലേ? എന്തിനിപ്പോൾ ഒരു കൊച്ചുകുട്ടി പോലും പറയാറുണ്ട്, ഓ എനിക്ക് ഭയങ്കര സ്ട്രെസ്സ് തോന്നുന്നു. So stress has become such a very common or commonly used term in our day-to-day lives. So നമ്മൾ എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ ചിന്തിക്കുമ്പം സ്ട്രെസ്സിനെ കുറിച്ച് നമുക്ക് ഒരു ഐഡിയ ഉണ്ട്. പക്ഷേ എക്സാമിന് വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പം കുറച്ച് സ്പെസിഫിക് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടിരിക്കുന്നു. ഫസ്റ്റ്ലി ഇതിൻ്റെ ഒരു എറ്റിമോളജി. ബൈ എറ്റിമോളജി ഐ എം റെഫറിങ് ടു ദ വേർഡ് ഒറിജിൻ. ഓക്കെ, ഈ വാക്ക് എങ്ങനെ ഉത്ഭവിച്ചു എന്ന് നമ്മൾ ആലോചിക്കുമ്പം സ്ട്രിഞ്ചർ എന്ന് പറയുന്ന ലാറ്റിൻ വേർഡിൽ നിന്നാണ് ഈ ഒരു സ്ട്രെസ് എന്നുള്ള വേർഡ് ഉണ്ടായത്. ലാറ്റിൻ വേർഡ് സ്ട്രിഞ്ചർ മീൻസ് ടു ഡ്രോ ടൈറ്റ്. ഓൾ റൈറ്റ്, സോ ദിസ് ഫോൾസ് അണ്ടർ പേജ് നമ്പർ 14 ഓഫ് യുവർ IGNOU ഒഫീഷ്യൽ സ്റ്റഡി മെറ്റീരിയൽ. ഐ സപ്പോസ് യു ആർ ഏബിൾ ടു ഫോളോ മീ. മനസ്സിലാവുന്നുണ്ടോ? യെസ്, താങ്ക് യു. സോ നമ്മൾ വേർഡ് ഒറിജിൻ പറഞ്ഞു. ഇനിയും ഈ സ്ട്രെസ്സിൻ്റെ ഒറിജിൻസ് നമ്മൾ ട്രേസ് ചെയ്യുമ്പം നാച്ചുറലി നമ്മളുടെ ഒരു അറ്റൻഷൻ ഫിസിക്കൽ സയൻസസിലേക്ക് പോകും. അതായത് ഒരു 17th സെഞ്ച്വറിയിൽ എന്ത് സംഭവിച്ചു? ഡ്യൂറിങ് ദ 17th സെഞ്ച്വറി ഇറ്റ് വാസ് എക്സീഡിംഗ്ലി യൂസ്ഡ് ടു ഡിനോട്ട് അഫ്ലിയേഷൻസ് ആൻഡ് ഹാർഡ്ഷിപ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ ഇൻഡിവിജ്വൽസ്. 17th സെഞ്ച്വറിയിൽ ഒരു മനുഷ്യൻ ഫേസ് ചെയ്തിരുന്ന ബുദ്ധിമുട്ടുകളെ, ഹാർഡ്ഷിപ്സിനെ മാത്രം ഡിനോട്ട് ചെയ്യാനാണ് ഈ സ്ട്രെസ് എന്നുള്ള വാക്ക് യൂസ് ചെയ്തിരുന്നത്. എന്നാൽ പിൽക്കാലത്ത് അതിന് മാറ്റങ്ങൾ ഉണ്ടാവുക ചെയ്തത്. അതായത് ഒരു 18th സെഞ്ച്വറി ആയപ്പോഴത്തേനും എന്ത് സംഭവിച്ചു? ഡ്യൂറിങ് ദ 18th സെഞ്ച്വറി ഇറ്റ് കെയിം ടു ബി ഡിസ്ക്രൈബ്ഡ് മെയിൻലി ഇൻ ടേംസ് ഓഫ് പ്രഷർ, സ്ട്രെയിൻ ഓർ ഫോഴ്സ്. അങ്ങനെയുള്ള ഒരു ടേംസിൽ അത് ഡിഫൈൻ ചെയ്യപ്പെട്ടു. പ്രഷർ, സ്ട്രെയിൻ ഓർ ഫോഴ്സ് എന്നുള്ള ആസ്പെക്ട്സ് ഒക്കെ ഈ ഹാർഡ്ഷിപ്പിൻ്റെ കൂടെ വന്നു. സോ ദ ഇനിഷ്യൽ കോൺസെപ്ച്വലൈസേഷൻ ഓഫ് സ്ട്രെസ് മെയിൻലി ഫോക്കസ്ഡ് ഓൺ സ്ട്രെസ് ആസ് എൻ എക്സ്റ്റേണൽ സ്റ്റിമുലസ്. എക്സ്റ്റേണൽ എന്ന് വെച്ചാൽ എന്താണ്? ഔട്ട്സൈഡിൽ നിന്നുള്ള ഒരു ഇഷ്യൂ കാരണം ഉണ്ടാവുന്നതായിട്ടുള്ള ഒരു സ്റ്റിമുലസ് ആയിട്ടാണ് സ്ട്രെസ്സിനെ ആ കാലത്ത് വ്യൂ ചെയ്തിരുന്നത്. Okay, later it came to be described as a response of an individual to certain disturbances. ചില ഡിസ്റ്റർബൻസസ് കാരണം ഒരു മനുഷ്യനുണ്ടാവുന്ന ചേഞ്ചസ് ആയിട്ട്, റെസ്പോൺസസ് ആയിട്ട് സ്ട്രെസ്സിനെ പിൽക്കാലത്ത് ഡിഫൈൻ ചെയ്യപ്പെട്ടു. ഓക്കെ, പിന്നെയാണ് കാനൻ വന്നത്. CANNON, കാനൻ. I hope you see this name on screen. This is very important, okay? Even while we study the models of stress, this name and this person is of great importance. So the study carried out by Cannon can be mentioned in this context, where he mainly studied the flight and fight reaction. Fight and flight reaction അഥവാ flight and fight response എന്ന് പറയുന്നത്
ഒരു മോഡൽ ഓഫ് സ്ട്രെസ്സാണ്. അത് നമ്മൾ യൂണിറ്റ് 2 ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഇപ്പം ഞാനത് പറഞ്ഞ് കൺഫ്യൂസ് ചെയ്യുന്നില്ല. സോ കാനൻ എന്താണ് ബേസിക്കലി പഠിച്ചത്? ദ ഫോക്കസ് ഓഫ് ദ സ്റ്റഡി ബൈ കാനൻ വാസ് ഓൺ ദ എഫക്ട് ദാറ്റ് സ്ട്രെസ് ഹാസ് ഓൺ ആനിമൽസ് ആസ് വെൽ ആസ് ഹ്യൂമൻസ്. സ്ട്രെസ് അഥവാ സമ്മർദ്ദം ഇൻ മലയാളം അല്ലേ, സമ്മർദ്ദം ഒരു മനുഷ്യനിലും ഒരു ആനിമലിലും ഒരു മൃഗത്തിലും ഉളവാക്കുന്ന ഇഫക്ട്സ്. So Cannon observed the physiological changes in the participants of his study and he attributed these changes as displayed by individuals to stress. അപ്പോൾ കാനൻ ഇങ്ങനെ പഠിച്ചപ്പം കുറച്ചധികം ചേഞ്ചസ് ഈ സ്റ്റഡിയിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്ത പാർട്ടിസിപ്പൻസിൽ, വെരി ഓഫൺ വി കണ്ടക്ട് എക്സ്പെരിമെൻറ്റ്സ് അല്ലേ, rather than me saying we, those people, the researchers conduct experiments. അപ്പോൾ ആ ഒരു എക്സ്പെരിമെൻസിൻ്റെ ഒക്കെ ഭാഗമായി അദ്ദേഹത്തിന് മനസ്സിലായി ഇത്തരത്തിൽ ചില ഫിസിയോളജിക്കൽ ബോഡിലി ചേഞ്ചസ് ഒക്കെ പാർട്ടിസിപ്പൻസിൽ നടക്കുന്നതായി. ഓക്കെ, ആ ഒരു ഫൈറ്റ് ആൻഡ് ഫ്ലൈറ്റ് റെസ്പോൺസ് എന്താണെന്ന് വെച്ചാൽ ഞാനൊരു ജസ്റ്റ് ഒരു ഇൻട്രോ തരാം. ബേസിക്കലി നമുക്ക് എല്ലാവർക്കും പാമ്പിനെ പേടിയായിരിക്കും അല്ലേ, കുറച്ചധികം ആളുകൾക്കും പാമ്പിനെ പേടിയായിരിക്കും. എന്നാൽ ചില ധൈര്യശാലികളുണ്ട്, പെട്ടെന്ന് പാമ്പിനെ കണ്ട അതിനെ പോയി അറ്റാക്ക് ചെയ്യാനും അതിനെ ഫേസ് ചെയ്യാനും ഒക്കെ തയ്യാറാവും. എന്നാൽ മറ്റ് കുറേ മനുഷ്യർ, ദ മെജോറിറ്റി എന്ത് ചെയ്യും? അയ്യോ പാമ്പ് എന്ന് പറഞ്ഞ് പേടിച്ച് ഒന്നെങ്കിൽ മാറി നിൽക്കും അല്ലെങ്കിൽ ഓടും. ഓക്കെ, ഡു യു അഗ്രി വിത്ത് ദിസ്? ഞാൻ പറഞ്ഞതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? അപ്പോൾ പെട്ടെന്നൊരു പാമ്പ് മുന്നിലോട്ട് ചാടിയാൽ രണ്ട് രീതിയിലാണ് ഒരു മനുഷ്യൻ റിയാക്ട് ചെയ്യുന്നത്. ഒന്നെങ്കിൽ പേടിച്ചോടും, അതല്ലെങ്കിൽ അതിനെ ഫേസ് ചെയ്യും. ഓക്കെ, അതാണ് ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് റിയാക്ഷൻ എന്ന് പറയുന്നത്. ഫൈറ്റ് എന്ന് വെച്ചാൽ അതിനെ നേരിടാൻ പോകും, ഫ്ലൈറ്റ് എന്ന് വെച്ചാൽ നമ്മൾ ഫ്ലീ ചെയ്യുന്നു, പേടിച്ചോടുന്നു. ഓക്കെ, അങ്ങനെ രണ്ട് തരത്തിലാണ് റിയാക്ഷൻ എന്നുള്ള ബേസിക്കലി ഒരു മോഡൽ ഓഫ് സ്ട്രെസ്സാണ് ഈ ഫ്ലൈറ്റ് ഓർ ഫൈറ്റ് റെസ്പോൺസ് എന്ന് പറയുന്നത്. So now let's have a look at the very many definitions of stress. Over the years പല റിസർച്ചേഴ്സും പല സ്ട്രെസ്സിൽ സ്റ്റഡി ചെയ്ത റിസർച്ചേഴ്സും തിയറിറ്റീഷ്യൻസും ഒക്കെ പലതരത്തിലുള്ള ഡെഫിനിഷൻസ് സ്ട്രെസ്സിന് കൊടുക്കുകയുണ്ടായി. ഇൻ ദ ഇയർ 1974 ഹാൻസെയിൽ എന്താണ് സ്ട്രെസ്സിനെ കുറിച്ച് പറഞ്ഞതെന്ന് നമുക്കിപ്പോൾ നോക്കാം. ഹി ഡിസ്ക്രൈബ്ഡ് സ്ട്രെസ് ആസ് I got a response of the body to certain demand that is made on it, and he further stated that this response was non-specific. അദ്ദേഹം പറഞ്ഞ എന്താണ്? ബോഡിയുടെ റെസ്പോൺസാണ് ചില ഡിമാൻഡ്സിനോട്, അതാണ് സ്ട്രെസ് എന്നുള്ള രീതിയിൽ അദ്ദേഹം ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഇനി സ്ട്രെസ്സേഴ്സ് എന്താണെന്നും അവിടെ പറയുന്നുണ്ട്. ബോം ആൻഡ് അതേഴ്സ്, ETAL എന്ന് വെച്ചാൽ ഒന്നിൽ കൂടുതൽ ആൾക്കാർ ഒരുമിച്ച് ഒരു ബുക്ക് എഴുതിയതിനെക്കുറിച്ചാണ് പറയുന്നത് കേട്ടോ. 1981 ഇങ്ങനൊരു ഡെഫിനിഷൻ സ്റ്റേറ്റ് ചെയ്തത്. എന്താണ് അവർ ഡിഫൈൻ ചെയ്തത്? സ്ട്രെസ് ഇസ് a process in which environmental events or forces called stressors threatens an organism's existence and well-being. ഇവിടെ പറയുന്നത് ഹ്യൂമൻസിൻ്റെ മാത്രം കാര്യമല്ല, ഓർഗാനിസംസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്, വിച്ച് ഇൻക്ലൂഡ്സ് ഹ്യൂമൻസ്, ആനിമൽസ് ആൻഡ് എവറിത്തിങ്. സോ അങ്ങനെയാണ് അവിടെ ഒരു ഡെഫിനിഷൻ കൊടുത്തിരിക്കുന്നത്. അവിടെ ഒരു ഇമ്പോർട്ടൻറ്റ് ടേം കണ്ടു, സ്ട്രെസ്സേഴ്സ്. വാട്ട് ഡു യു മീൻ ബൈ സ്ട്രെസ്സേഴ്സ്? അത് നമ്മൾ ഇനി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. സ്ട്രെസ്സേഴ്സ് എന്ന് വെച്ചാൽ ഒരു സ്ട്രെസ് ഇൻഡ്യൂസ് ചെയ്യുന്ന ഒരു എൻറ്റിറ്റിയാണ്, അതിനെയാണ് നമ്മൾ സ്ട്രെസ്സർ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, സ്ട്രെസ്സേഴ്സിൻ്റെ എക്സാമ്പിളായിരുന്നു ഞാൻ പറഞ്ഞത്. സോ സപ്പോസ് യു ഹാവ് ടു അറ്റംപ്റ്റ് എൻ ഇൻ്റർവ്യൂ ടുമോറോ. നാച്ചുറലി യു വിൽ ഫീൽ സം എമൗണ്ട് ഓഫ് പ്രഷർ ഇൻ യു. അതൊരു സ്ട്രെസ്സ് നിങ്ങളിലോട്ട് ഇൻഡ്യൂസ് ചെയ്യും. സോ ആ നാളത്തെ ഒരു ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് വുഡ് ഡെഫിനറ്റ്ലി ആക്ട് ആസ് എഫ് എ സ്ട്രെസ്സർ ഇൻ യു. മനസ്സിലായോ? അങ്ങനെ നമുക്ക് സ്ട്രെസ് ഇൻഡ്യൂസ് ചെയ്യുന്ന ഏതൊരു എൻറ്റിറ്റിയും ഒരു സ്ട്രെസ്സറായിട്ട് നമുക്ക് പരിഗണിക്കാൻ പറ്റും. ഓക്കെ, വിൽ സ്റ്റഡി സ്ട്രെസ്സർ ഇൻ ഡീറ്റെയിൽ കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോൾ. Okay, and then there is Scaffer. Scaffer is also somebody who studied on stress and its management. So in the year 1998, Scaffer defined stress as, I quote, arousal of mind and body in response to demands made on them. unquote. നമ്മുടെ മനസ്സിലും ബോഡിയിലും മനസ്സ് കാരണം ഉണ്ടാവുന്ന ഒരു അറൗസൽ ചേഞ്ചസ്, അതിനെയാണ് സ്ട്രെസ് എന്ന് അദ്ദേഹം ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. സോ ഫാർ നമ്മൾ 2-3 ഡെഫിനിഷൻസ് ഓഫ് സ്ട്രെസ് കണ്ടു. ഇത് മാത്രമല്ല,
ഇഷ്ടംപോലെ ഡെഫിനേഷൻസ് ഓഫ് സ്ട്രെസ് ഉണ്ട്. സോ ഫോർ എ എക്സാമിനേഷൻ ദേ മൈറ്റ് ആസ്ക് യു ടു റൈറ്റ് അബൌട്ട് ദ ഡെഫിനിഷൻസ് ഓഫ് സ്ട്രെസ്. സോ പറ്റുന്ന എത്രയുണ്ടോ അത്രയും പഠിക്കുക. ഇപ്പോൾ നമ്മുടെ ഒരു ടൈം ലിമിറ്റ് കൊണ്ട് ഞാൻ ജസ്റ്റ് എല്ലാം ഒന്ന് ഒരു ഓവർവ്യൂ തന്നു പോവാം. ലാസറസ് ആൻഡ് ഫോക്ക്മാൻ ഓൾസോ ഈ ഒരു സ്ട്രെസ് ഡെഫിനിഷൻ ആ ഒരു കൂട്ടത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 നെയിംസാണ്. അതെന്തുകൊണ്ടാണ്? അവരാണ് ട്രാൻസാക്ഷണൽ മോഡൽ ഓഫ് സ്ട്രെസ് ആൻഡ് കോപ്പിംഗ് കണ്ടുപിടിച്ചത്. അതുകൊണ്ട് തന്നെ അവർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫസ്റ്റ്ലി ലെറ്റ്സ് സി അവരെങ്ങനെയാണ് സ്ട്രെസ്സിനെ ഡിഫൈൻ ചെയ്യുന്നതെന്ന്. ഓക്കെ, സോ ദേ ഡിഫൈൻ സ്ട്രെസ് ആസ്, ഐ കോട്ട്, a particular relationship between the person and the environment that is appraised by the person as taxing or exceeding his or her resources and endangering his or her well-being. I unquote. അപ്പോൾ ഈ ഒരു ഡെഫിനിഷനിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന എന്താണ്? 2 കാര്യങ്ങൾ തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പാണ് ഇവിടെ സ്റ്റേറ്റ് ചെയ്യുന്നത്. എന്തൊക്കെയാ? റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പേഴ്സൺ ആൻഡ് ദ എൻവയോൺമെൻറ്റ്. ഇവിടെ സ്ട്രെസ്സിനെ കുറച്ചൊരു നെഗറ്റീവ് ലൈറ്റിലാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഐ അണ്ടർസ്റ്റാൻഡ്. ആ ഡെഫിനിഷൻ കൃത്യമായിട്ട് മനസ്സിലായില്ലെങ്കിൽ ഞാൻ ഒന്നുകൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. പേഴ്സൺ ആൻഡ് എൻവയോൺമെൻറ്റിനെ റിലേറ്റ് ചെയ്യുന്ന ഒരു ഇക്വേഷൻ അവിടെ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. റിലേഷൻഷിപ്പ് അവിടെ സ്റ്റേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്രൈസ്ഡ് എന്ന് വെച്ചാൽ എന്താ? അസസ്ഡ് എന്നുള്ളൊരു മീനിങ് കേട്ടോ അപ്രൈസ്ഡിന് വരുന്നത്. ഓക്കെ, സോ ആ ഒരു സ്ട്രെസ് ഉണ്ടാകുമ്പോൾ ആക്ച്വലി ആ പേഴ്സൻ്റെ വെൽബീയിങ്ങിനെ പോലും അഫക്റ്റ് ചെയ്യപ്പെടാം. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഇവിടെ സ്ട്രെസ് ഒരു നെഗറ്റീവ് രീതിയിലാണ് പ്രസൻറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നതെന്ന്. പക്ഷേ ഓൾവേസ് റിമെമ്പർ, സ്ട്രെസ് ഇസ് നോട്ട് ഓൾവേസ് നെഗറ്റീവ്. സ്ട്രെസ് ഹാസ് ന്യൂട്രൽ ഓർ ഈവൻ പോസിറ്റീവ് കോൺസിക്വൻസസ്. അതൊക്കെ നമുക്ക് പതുക്കെ ടൈപ്സ് ഓഫ് സ്ട്രെസ് ഒക്കെ പഠിക്കുമ്പോൾ മനസ്സിലാക്കാം കേട്ടോ. സോ എ ക്വിക്ക് മെൻഷൻ റിഗാർഡിംഗ് ദ ട്രാൻസാക്ഷണൽ മോഡൽസ് ഓഫ് സ്ട്രെസ് ആൻഡ് കോപ്പിംഗ്. റിമെമ്പർ, അത് പുട്ട് ഫോർത്ത് ചെയ്തത് ആരാണ്? ലാസറസ് ആൻഡ് ഫോക്ക്മാൻ ആണ്. ആൻഡ് അവരുടെ മോഡൽ എന്താ ഹൈലൈറ്റ് ചെയ്യുന്നത്? സ്ട്രെസ് ആൻഡ് കോപ്പിംഗ് വിത്ത് സ്ട്രെസ് ആർ ഇൻ്റർ റിലേറ്റഡ്. സ്ട്രെസ്സും അതായത് സമ്മർദ്ദവും അതിനെ നമ്മൾ എങ്ങനെ അതിജീവിക്കുന്നു എന്നുള്ളതും ഇൻ്റർ റിലേറ്റഡ് ആണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. സോ ദിസ് ഇസ് സംതിങ് ദാറ്റ് ഇസ് highlighted in the transactional model of stress and coping. ഇനി സ്ട്രെസ്സിൻ്റെ ഒരു ഡെഫിനിഷനും കൂടെ ഇവിടെ പറയുന്നുണ്ട്. ട്രക്സിലോ ആൻഡ് അതേഴ്സ് ഡിഫൈൻ ചെയ്തതാണ്. സോ 2016 കുറച്ചുകൂടി ഒരു പുതിയ വേർഷനാണ് ഇവിടെ പറയുന്നത്, കോട്ട് ചെയ്തിരിക്കുന്നത്. സ്ട്രെസ് ഇസ് ഡിഫൈൻഡ് ആസ്, ഐ കോട്ട്, the body's reaction to a change that requires a physical, mental or emotional adjustment or response. I unquote. ഒരു ചേഞ്ചിനോട് നമ്മുടെ ബോഡി എങ്ങനെ റിയാക്റ്റ് ചെയ്യുന്നു, ആൻഡ് ആ റിയാക്ഷൻ്റെ ഭാഗമായിട്ട് ഫിസിക്കലായിട്ടും മെൻ്റലായിട്ടും ഇമോഷണലായിട്ടും ചിലപ്പോൾ നമുക്ക് ചില അഡ്ജസ്റ്റ്മെൻറ്റ്സ് മേക്ക് ചെയ്യേണ്ടി വരും. സോ അങ്ങനെയാണ് ഇവിടെ അതിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. വൺ ഇൻട്രസ്റ്റിംഗ് തിങ് ടു നോട്ടീസ് ദാറ്റ് ഇതെല്ലാം നമ്മളൊരു വെസ്റ്റേൺ പെർസ്പെക്റ്റീവിലാണ് ഡിഫൈൻ ചെയ്തത് സ്ട്രെസ്സിനെ, അല്ലേ? ഇനി നമ്മൾ ഈസ്റ്റേൺ പെർസ്പെക്റ്റീവിൽ നമ്മളുടെ കുറച്ചും കൂടെ ഈസ്റ്റേൺ സൈഡിലോട്ട് അതിനെ എങ്ങനെ നമ്മൾ ഡിഫൈൻ ചെയ്യും? ഈസ്റ്റേൺ പെർസ്പെക്റ്റീവിൽ സ്ട്രെസ് ഡിനോട്ട്സ് ആബ്സെൻസ് ഓർ ലാക്ക് ഓഫ് ഇന്നർ പീസ്. ഇന്നർ പീസ് എന്ന് പറയുന്നത് എന്താ? മലയാളത്തിൽ നമ്മൾ പറയും മനഃശാന്തി അഥവാ മനസ്സമാധാനം എന്നൊക്കെ പറയും. അപ്പോൾ സ്ട്രെസ് എന്ന് വെച്ചാൽ എന്താണ്? ഒരു മനഃശാന്തി ഇല്ലായ്മ അഥവാ മനസ്സമാധാനം ഇല്ലായ്മയാണ് ഒരു ഈസ്റ്റേൺ പെർസ്പെക്റ്റീവിൽ നമ്മൾ സ്ട്രെസ് എന്ന് പറയുന്നത്. So now we'll have a look at stressors. We already discussed what a stressor is, അല്ലേ? അപ്പോൾ ഇനി ഗെറിഗ് ആൻഡ് സിംബാർഡോ അവരെങ്ങനെയാണ് ഈ സ്ട്രെസ്സറിനെ ഡിഫൈൻ ചെയ്തതെന്ന് നമുക്കറിയാം, കാണാം. ഓക്കെ, സോ ഗെറിഗ് ആൻഡ് സിംബാർഡോ ഡിഫൈൻ സ്ട്രെസ്സർ as a stimulus event that places a demand on an organism for some kind of adaptive റെസ്പോൺസ്. ഐ വുഡ് സേ ഇത് നിങ്ങൾ പഠിക്കുന്നത് നന്നായിരിക്കും ഈ ഒരു ഡെഫിനേഷൻ. കാരണം സ്ട്രെസ്സർ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഞാൻ കണ്ടിട്ടുണ്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ. ഐ സപ്പോസ് യു നോ, നമുക്ക് സ്ട്രെസ് മാനേജ്മെൻറ്റ് BPCS186 അങ്ങനെ കുറേ റെഫറൻസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഇല്ല. യു ജസ്റ്റ് ഹാവ് 2 റെഫറൻസ് പേപ്പേഴ്സ്. അപ്പോൾ അതിൻ്റെ ഒരു അനാലിസിസ് ആൻഡ് ഹൗ ടു ഡു ദാറ്റ് ഞാൻ ഓൾറെഡി ഷെയർ ചെയ്തിട്ടുണ്ട്. വെൻ യു ഹാവ് ടൈം യു ക്യാൻ ഹാവ് എ ലുക്ക് അറ്റ് ദാറ്റ്. അപ്പോൾ സ്ട്രെസ്സർ ഇസ് വൺ ഷോർട്ട് ക്വസ്റ്റ്യൻ ദാറ്റ് ഇസ് വെരി പ്രോബബിൾ ഫോർ യുവർ
TAE. ഇനി ഞാൻ ഒരു ചോദ്യം ചോദിക്കാം. സോ ഒരു സമയത്ത് ഒരു മനുഷ്യന് ഒരു സ്ട്രെസ്സേ കാണത്തുള്ളൂ, അതോ ഒന്നിലധികം സ്ട്രെസ് ഉണ്ടാവുമോ? Is it just one or more than one? Exactly. Every individual, or rather we must be very particular in saying most of the human beings would face more than one stressor at a given point of time. For example, you might be having a presentation at your workplace tomorrow. At the same time, you might be having a fight with your spouse or your friend or your family member. And adding on to that, you must be physically sick. You must be experiencing some symptoms of a flu or a fever or things like that. So these are three stressors acting together, right? So I'm speaking in Malayalam. So ഒരു സമയത്ത് ഒരു മനുഷ്യന് ഒന്നിലധികം സ്ട്രെസ്സേഴ്സ് ഉണ്ടാവാറുണ്ട്. Okay? So your text says it could be an upcoming official event, an impending report, examination and so on. ഇനി സ്ട്രെസ്സേഴ്സിനെ നമുക്കൊന്ന് ഡിസ്ക്രൈബ് ചെയ്യാം. Stressors can also be described as varied external and internal stimuli that may lead to stress. സോ ഈ സ്ട്രെസ്സേഴ്സ് എന്ന് പറയുമ്പം പല ടൈപ്പ് ആവാം. ഫിസിക്കൽ ആവാം, സൈക്കോളജിക്കൽ ആവാം, എൻവയോൺമെൻ്റൽ ആവാം, സോഷ്യൽ ആവാം, ലൈഫ് ഇവൻസിൽ നിന്നുള്ള സ്ട്രെസ്സും ആവാം. ഓക്കെ, സോ if you look at this figure 1.1, that shows the various stressors in a person's life. Okay, so I would suggest you, if there comes a question on stressors, നിർബന്ധമായും ഈ പറയുന്ന ഒരു ഡയഗ്രാം വരച്ചിരിക്കണം. അത് വരയ്ക്കുമ്പോൾ ഇപ്പോൾ ഒന്നോ രണ്ടോ ഇപ്പോൾ സ്ട്രെസ്സർ നിങ്ങൾ എഴുതാൻ വിട്ടുപോയെങ്കിൽ പോലും ഇറ്റ്സ് ഫൈൻ. ഓക്കെ, വാട്ട് മാറ്റേഴ്സ് ഇസ് ദാറ്റ് യു ട്രൈ ടു ഡ്രോ ദ ഡയഗ്രാം. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പം ദേ വിൽ നെവർ ആസ്ക് യു ടു ഡ്രോ ദ ഡയഗ്രാം. ഈ പർട്ടിക്കുലർ ക്വസ്റ്റ്യനിൽ ഡയഗ്രാം വരയ്ക്കൂ എന്ന് അവർ പറയത്തില്ല. ബട്ട് ഈവൻ ഇഫ് ദേ ഡിഡൻറ്റ് ആസ്ക് യു, ഓക്കെ, ഞാൻ പറഞ്ഞു തരുക, യു ഷുഡ് ഡ്രോ ദിസ് ഡയഗ്രാം ഓൾസോ. ഇത് വരയ്ക്കാൻ ഒരു തരത്തിലുള്ള പ്രയാസവുമില്ല. ഈ പറയുന്ന പോലെ തന്നെ നിങ്ങൾക്ക് വരയ്ക്കാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ജസ്റ്റ് ഒരു സർക്കിൾ ഇട്ട് അതിൻ്റെ അകത്ത് സ്ട്രെസ്സേഴ്സ് ഒന്ന് എഴുതുക. പിന്നെ ഇങ്ങനെ ഇൻവേർഡ് ആരോ ഇട്ടിട്ട് മറ്റ് സർക്കിൾസിൽ ഈ കാര്യങ്ങളൊക്കെ എഴുതുക. എന്തൊക്കെയാണ്? റെസ്പോൺസിബിലിറ്റീസ്, ഫിസിക്കൽ കണ്ടീഷൻ, നമ്മൾ നേരത്തെ പഠിച്ച കാര്യങ്ങൾ, ലൈഫ് ഇവൻറ്റ്സ്, വർക്ക് പ്ലേസ്, എന്തെങ്കിലും എൻവയോൺമെൻറ്റ്, തിങ്സ് ലൈക്ക് ദാറ്റ്. അപ്പം ഒന്നും അറിയത്തില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ഒരു പരിധി വരെ ടെക്സ്റ്റിൽ മെൻഷൻ ചെയ്തിരിക്കുന്ന കീവേഡ് ആണെങ്കിൽ ഇറ്റ് വിൽ ബി വാലിഡ്. ഓക്കെ, അല്ല നിങ്ങൾക്ക് കയ്യിൽ നിന്നിട്ട് എഴുതാൻ പറ്റുമെന്ന് നിങ്ങൾ വിചാരിക്കും, പക്ഷേ ഇറ്റ് വോണ്ട് ബി സ്കോറിങ്. ഓക്കെ, ടെക്സ്റ്റിലുള്ള കീ ടേംസ് തന്നെ എഴുതാൻ ശ്രമിക്കുക. Is that clear? Now, this is also a very important question. I've seen this question in both the previous question papers. Nature of stress. നമ്മുടെ എല്ലാം ജീവിതത്തിൽ സ്ട്രെസ്സ് എപ്പോഴെങ്കിലുമൊക്കെ, മോസ്റ്റ്ലി ഡേ ടു ഡേ ലൈഫിൽ തന്നെ ഉണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും ജീവിത സാഹചര്യത്തിൽ നമുക്ക് സ്ട്രെസ്സ് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോഴെല്ലാം നമ്മൾ സ്ട്രെസ്സിനെ വളരെ നെഗറ്റീവായിട്ടാണ് കാണുന്നത്. എന്നാൽ സ്ട്രെസ്സ് ഒരു പരിധി വരെ നമ്മുടെ ജീവിതത്തിൽ ഉള്ളതും വളരെ നല്ലതാണ്. കാരണം ഒരു ചെറിയ പുഷ് കിട്ടിയാലാണ് പലപ്പോഴും നമ്മൾ പല കാര്യങ്ങളും ചെയ്യുന്നത്. സോ ഓൾവേസ് കീപ്പ് ഇൻ മൈൻഡ് ദാറ്റ് നിങ്ങൾക്കുള്ള സ്ട്രെസ്സിനെ നിങ്ങളൊരു ഒപ്റ്റിമം ലെവലിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക. ഒപ്റ്റിമം ലെവൽ എന്ന് വെച്ചാൽ ഒരു പരിധി വിട്ട് എന്തും ഹാനികരമാണ്, അല്ലേ? അധികമായാൽ അമൃതം ഹാനികരം എന്നല്ലേ പറയുന്നത്. സോ അതുകൊണ്ട് അതിനൊരു ഒപ്റ്റിമൽ ലെവലിൽ നിർത്തുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു പേപ്പർ പഠിക്കുന്നത്, സ്ട്രെസ് മാനേജ്മെൻറ്റ്, മാനേജിങ് സ്ട്രെസ് എന്നുള്ളൊരു പേപ്പർ പഠിക്കുന്നത്. സോ നൗ നമ്മൾ നോക്കുന്നത് ടൈപ്സ് ഓഫ് സ്ട്രെസ്സിനെ കുറിച്ചാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു, സ്ട്രെസ് ഓൾവേസ് നെഗറ്റീവ് അല്ല, അറ്റ് ടൈംസ് സ്ട്രെസ്സിന് ഒരു പോസിറ്റീവ് എഫക്റ്റും ഉണ്ടാവാറുണ്ടെന്ന്, അല്ലേ? അങ്ങനെയുള്ള ഗുഡ് സ്ട്രെസ്സിനെയാണ് നമ്മൾ യൂസ്ട്രെസ് എന്ന് പറയുന്നത്. ഹിയർ eustress can be good stress. Okay, so eustress can be defined as, I quote, good stress caused by a positive response to a desired stressor such as wedding or a new job, I unquote.
ടെക്സ്റ്റിൽ പറയുന്ന അനുസരിച്ച് ഒരു പുതിയ ജോബ് കിട്ടുമ്പം അതിൻ്റേതായ കുറച്ച് ഒരു സ്ട്രെസ് നമ്മൾ ഫീൽ ചെയ്തെങ്കിലും അൾട്ടിമേറ്റ്ലി വി വിൽ ബി ഹാവിങ് മച്ച് ഹാപ്പിയർ സിറ്റുവേഷൻ ബിക്കോസ് വി ഗോട്ട് എ ന്യൂ ജോബ് അല്ലേ. അതുപോലൊരു വിവാഹം എന്ന് പറയുമ്പം അത് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ തിരക്കുകളുണ്ട്, അത് റിലേറ്റഡ് ആയിട്ടുള്ള പ്രഷറുണ്ട്. അപ്പോൾ ഒരു ലെവൽ ഓഫ് സ്ട്രെസ് നമുക്ക് ഫീൽ ചെയ്യും. എന്നിരുന്നാലും അൾട്ടിമേറ്റ്ലി അതൊരു ഹാംഫുൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല എന്നാണ് ടെക്സ്റ്റ് പറയുന്നത്. കുറച്ചും കൂടെ നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. യുവർ TMA. വുഡ് യു മീൻ ബൈ TMA? യുവർ tutor marked assignments. സോ അത് നിങ്ങൾക്കൊരു പരിധി വരെ ഒരു പ്രഷർ നിങ്ങൾക്ക് തരുന്നുണ്ട്. എന്തുകൊണ്ടാണ്? ദർ ആർ ഡെഡ് ലൈൻസ് അല്ലേ. ആ ഒരു ഡെഡ് ലൈന് മുന്നേ നിങ്ങളിത് സബ്മിറ്റ് ചെയ്യണം. അത് സബ്മിറ്റ് ചെയ്തില്ലെങ്കിൽ എന്ത് പറ്റും? നിങ്ങൾക്ക് TEE എഴുതാൻ പറ്റത്തില്ല. അപ്പം നിങ്ങൾക്കൊരു മിനിമം ലെവൽ ഓഫ് പ്രഷർ ഉണ്ടാവുകയും പക്ഷേ അത് കാരണം നിങ്ങൾക്ക് നെഗറ്റീവായിട്ടൊന്നും സംഭവിക്കുന്നില്ല. ആ TMA നിങ്ങൾ സബ്മിറ്റ് ചെയ്യുന്നതിലൂടെ നിങ്ങൾ ആ പോർഷനുമായിട്ട് ഫെമിലിയറൈസ് ആവുകയും അതൊരു പ്രാവശ്യം നിങ്ങളൊന്ന് വായിക്കുകയും അതുകൊണ്ട് തന്നെ ഇനി TEE പഠിക്കുമ്പോഴത്തേനും നിങ്ങൾക്കത് മച്ച് മോർ ഈസിയർ ആവുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ I would say TMA writing is more like a eustress. Are you able to follow me? മനസ്സിലാവുന്നുണ്ടോ? Okay. So eustress is one type of stress. There is another type called new stress. അതെന്താണ്? ന്യൂട്രൽ ആയിട്ടുള്ള സ്ട്രെസ് ആണ്. അതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു ഗുണവും ഇല്ല, അങ്ങനെ ദോഷവും ഇല്ല. So when stress is not helpful nor harmful, it can be described as new stress. ഓക്കെ, ഇതിൻ്റെ സ്പെല്ലിംഗ് തെറ്റിച്ചെഴുതി ഞാൻ കണ്ടിട്ടുണ്ട്. NEW അല്ല കേട്ടോ, ന്യൂ സ്ട്രെസ് അല്ല, ന്യൂ സ്ട്രെസ്. ന്യൂട്രൽ എന്ന് പറയുന്ന ഒരു അർത്ഥമാണ്. ന്യൂട്രൽ സ്ട്രെസ് എന്നുള്ള മീനിങ് ആണ് ഇവിടെ വരുന്നത്. ഇനി the third type of stress is distress. So all the BAE GH students would be very much familiar with this term. ഇതാണ് കോമൺലി നമ്മൾ ഇംഗ്ലീഷ് ലാംഗ്വേജിലൊക്കെ വളരെയധികം യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ ഡിസ്ട്രെസ് എന്ന് പറയുന്നത്. ഡിസ്ട്രെസ് എന്ന് പറയുമ്പോൾ ഒരു വിഷമം എന്നുള്ളൊരു രീതിയിൽ നമ്മൾ വെരി ഓഫൺ യൂസ് ചെയ്യുന്ന ഒരു വേർഡാണ്. സോ ദിസ് ഇസ് ദ തേർഡ് കാറ്റഗറി ഓഫ് സ്ട്രെസ് ദാറ്റ് മോസ്റ്റ് പീപ്പിൾ കോമൺലി റിലേറ്റ് സ്ട്രെസ് വിത്ത്. സോ ഡിസ്ട്രെസ് ഉണ്ടാവുന്നത് എങ്ങനെയാണ്? ഇറ്റ് ഒക്കേഴ്സ് വെൻ ദ അറൗസൽ എക്സ്പീരിയൻസ് ബൈ ദ ഇൻഡിവിജ്വൽ ഇസ് വെരി ഹൈ ഓർ വെരി ലോ. അങ്ങനെയാണ് സ്കാഫറിൻ്റെ പഠനം പറയുന്നത്. അതുകൊണ്ട് തന്നെ ഡിസ്ട്രെസ് അക്യൂട്ടുമാവാം, ചില സമയത്ത് ക്രോണിക്കും ആവാം. അപ്പം നമുക്ക് എന്താണ് ഈ അക്യൂട്ട് സ്ട്രെസ്, എന്താണ് ഈ ക്രോണിക് സ്ട്രെസ് എന്നുള്ളത് നോക്കാം. അക്യൂട്ട് സ്ട്രെസ് ഇവിടെയാണ്. ഐ ഹോപ്പ് യു ആർ ഏബിൾ ടു സീ. അക്യൂട്ട് സ്ട്രെസ് ക്യാൻ ബി ടേംഡ് ആസ് സ്ട്രെസ് ദാറ്റ് ഇസ് ഇൻറ്റൻസ് ബട്ട് ഡസ് നോട്ട് ലാസ്റ്റ് ഫോർ എ പ്രൊലോങ്ഡ് പീരീഡ് ഓഫ് ടൈം. അക്യൂട്ട് സ്ട്രെസ് എന്ന് വെച്ചാൽ എന്താണ്? വളരെ ഇൻറ്റൻസ് ആയിട്ട് ഭയങ്കര ഒരു ഇൻറ്റൻസിറ്റിയിലുള്ള ഒരു സ്ട്രെസ് ആയിരിക്കാം, പക്ഷെ കുറച്ച് നേരത്തേക്ക് അത് കാണത്തുള്ളൂ, ദീർഘകാലം അത് നിലനിൽക്കത്തില്ല. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്കൊരു എക്സാം റിലേറ്റഡ് ആയിട്ട് ചിലപ്പോൾ ഒരു എക്സാമിലെ ഒരു ഫെയിലിയർ ആയിരിക്കാം, അതല്ലെങ്കിൽ ഒരു മാർക്ക് കുറഞ്ഞതായിരിക്കാം. ജീവിതകാലം മൊത്തം നിങ്ങളത് ആലോചിച്ചുകൊണ്ടിരിക്കുന്നില്ലല്ലോ. കുറച്ച് കാലം കഴിഞ്ഞ് നിങ്ങളൊരു ഇമ്പ്രൂവ് ചെയ്ത് അല്ലെങ്കിൽ നിങ്ങൾ നെക്സ്റ്റ് ടൈം അത് പാസ്സാകുമ്പോഴത്തേനും നിങ്ങളുടെ ആ ഒരു സ്ട്രെസ്സ് കുറയുന്നതായിരിക്കും. അഥവാ നിങ്ങളിപ്പം ഒരു വളരെ ഒരു എൻട്രൻസ് എക്സാം പോലെ ഒരു ബിഗ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പം അത് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് വളരെ അധികം സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലായിരിക്കാം നിങ്ങൾ. പക്ഷേ വൺസ് യു പാസ് ദാറ്റ് യു വിൽ ഫീൽ ഹാപ്പി അബൌട്ട് ഇറ്റ്, യു വിൽ ഫീൽ റിലാക്സ്ഡ്, റൈറ്റ്? So that could be an acute stress in life. What do you mean by chronic stress? Chronic stress endana? This may not be as intense but may exist for a prolonged period of time. വളരെ കാലത്തേക്ക് ഇത് നിലനിൽക്കും, പക്ഷെ അത്രയ്ക്കൊരു ഇൻറ്റൻസിറ്റി ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. വാട്ട് കുഡ് ബി ദ എക്സാമ്പിൾസ്? ഞാൻ പെട്ടെന്ന് ആലോചിക്കുമ്പോൾ എനിക്കൊരു എക്സാമ്പിൾ തോന്നുന്നത്, എല്ലാവരുടെയും ഒരു റിലേഷൻഷിപ്പ് ഒരു നന്നായൊരു രീതിയിൽ ഒരുപോലെ ആയിരിക്കില്ലല്ലോ. ചില മനുഷ്യരോട് ചിലർക്കൊക്കെ ഇഷ്ടം കൂടുതലുണ്ടാവാം, ചില മനുഷ്യരോട് അത്ര ചേർന്ന് പോകത്തില്ലായിരിക്കും. അപ്പം ഇഫ് ദർ ഇസ് സം സോർട്ട് ഓഫ് എ സ്ലൈറ്റ് ഡിസ്പ്യൂട്ട് വിത്ത് വൺ പേഴ്സൺ, ഇപ്പം നിങ്ങളുടെ ഒരു കൊളീഗാണെന്ന് വിചാരിച്ചോ, നിങ്ങൾ കൂടെ വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ആ വർക്ക് ചെയ്യുന്ന കാലം മൊത്തം ഒരു ചെറിയൊരു ഇഷ്യൂ ചിലപ്പോൾ ഉണ്ടാവാം. പക്ഷേ അത് വലിയ പ്രശ്നമുള്ള, വലിയ ഇൻറ്റൻസിറ്റി ഉള്ളതായിരിക്കത്തില്ല, പക്ഷേ കുറച്ച് കാലത്തേക്ക് നിങ്ങൾക്കതൊരു ചെറിയ ലെവൽ ഓഫ് ഡിസ്ട്രെസ് ഉണ്ടാക്കുമായിരിക്കാം. സോ ആർ യു ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഐ ആം ട്രൈങ് ടു ഹെൽപ്പ് യു ഔട്ട് വിത്ത്? യെസ്, ഞാനിപ്പം നമ്മൾ ഈ ക്ലാസ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് പറയുക വിത്ത് എക്സാമ്പിൾസ്, ബിക്കോസ് ഐ ഓൾവേസ് ബിലീവ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എക്സാമ്പിൾസ് യു വിൽ ബി ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് തിങ്സ് ഇൻ എ ബെറ്റർ വേ. ഓക്കെ, പക്ഷേ നമ്മളിത് എക്സാമിന് എഴുതുമ്പോൾ നമ്മൾ ഈ എക്സാമ്പിൾസ് ആണോ എഴുതുന്നത്? അല്ല. നമ്മളിത് എക്സാമിന് എഴുതുമ്പോൾ നമ്മൾ ടെക്സ്റ്റിലുള്ള, ഏത് ടെക്സ്റ്റിലുള്ള, ഇഗ്നോ ഒഫീഷ്യൽ സ്റ്റഡി മെറ്റീരിയലിലുള്ള കീ പോയിൻറ്റ്സ് ആണ്
എക്സാമിന് എഴുതുന്ന, if you are interested in scoring good marks. So far we have discussed the 3 different types of stress. Now there are 2 more types, namely hyperstress and hypostress. Hyper എന്ന് പറയുന്ന വാക്ക് is always related to the term excess. Hypo എന്ന് പറയുന്ന വാക്കോ insufficient എന്നുള്ള രീതിയിലാണ് എപ്പോഴും നമുക്ക് യൂസ് ചെയ്യപ്പെടുന്നത് അല്ലേ. These 2 are prefixes. Hyper plus stress is equal to hyperstress. മനസ്സിലായോ? ഹൈപ്പർ എന്നുള്ളത് അവിടെ ഒരു പ്രിഫിക്സ് ആണ്. അപ്പോൾ ഹൈപ്പർ സ്ട്രെസ് എന്താണ്? എക്സസീവ് സ്ട്രെസ്. ഓക്കെ, എപ്പോഴും ഭയങ്കര സ്ട്രെസ്ഡ് ആയിട്ടിരിക്കുന്ന ആൾക്കാരെ നമുക്കറിയാമായിരിക്കും അല്ലേ. അത് കുറച്ച് അൺഹെൽത്തി ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ തന്നെയാണ്. എന്നാൽ ദർ ആർ ഓൾസോ സം പീപ്പിൾ ഹു ആർ നോട്ട് അറ്റ് ഓൾ സ്ട്രെസ്ഡ്. നിങ്ങൾക്ക് അങ്ങനെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഹാവ് യു എവർ മെറ്റ് പീപ്പിൾ ഹു ആർ ഹൈപ്പോ സ്ട്രെസ്ഡ്? യെസ്, ദർ ആർ സച്ച് പീപ്പിൾ. അവർക്ക് ഇൻസഫിഷ്യൻറ്റ് എമൗണ്ട് ഓഫ് സ്ട്രെസ് ആയിരിക്കും അറോസ്ഡ് ആവുന്നത്. യെസ്, മൂവിങ് ഓൺ ടു ദ സിംറ്റംസ് ഓഫ് സ്ട്രെസ്. ഇതും ഇമ്പോർട്ടൻ്റ് ആണ്, പക്ഷേ ഇത് നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യങ്ങളാണ്. നമ്മളതിനെ ഇപ്പോൾ കാറ്റഗറൈസ് ചെയ്ത് പഠിക്കുന്നതേ ഉള്ളൂ. സോ സ്ട്രെസ് ക്യാൻ ഹാവ് എൻ ഇമ്പാക്റ്റ് ഓൺ വേരിയസ് ആസ്പെക്ട്സ് ഓഫ് ലൈഫ് ദാറ്റ് ഇൻക്ലൂഡ് ബിഹേവിയർ, കോഗ്നിഷൻ, ഇമോഷൻസ് ആസ് വെൽ ആസ് ഫിസിക്കൽ ഹെൽത്ത്. അപ്പോൾ നമുക്ക് സാധാരണ സ്ട്രെസ് കാരണം ജനറലായിട്ടുള്ളൊരു ഐഡിയ, ചിലർക്ക് ദേഷ്യം വരുമായിരിക്കും, ചിലർക്ക് തലവേദന വരുമായിരിക്കും, ചിലർക്ക് ഉറക്കക്കുറവ് തോന്നുമായിരിക്കും, വേറെ ചിലർക്ക് ഷിവറിങ് ഉണ്ടാവുമായിരിക്കും, അല്ലെങ്കിൽ വേറെ ചിലർക്ക് ഫുൾ ആകെ കൂടെ ഒരു ഡിപ്രഷനൊക്കെ ഫീൽ ചെയ്യുമായിരിക്കും. പക്ഷേ ഇതൊന്നും മാത്രമല്ല സിംറ്റംസ് ഓഫ് സ്ട്രെസ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ പെരുമാറ്റത്തിൽ മാറ്റങ്ങളുണ്ടാവും, നമ്മുടെ ചിന്താഗതിയിൽ മാറ്റങ്ങൾ, ചിന്തിക്കാനുള്ള കഴിവൊക്കെ കുറയുമായിരിക്കും ആ സമയത്ത്. പിന്നെ ഇമോഷണൽ പ്രോബ്ലം ഉണ്ടാവും. പിന്നെ നമ്മുടെ ഒരു ജനറൽ ശാരീരിക ആരോഗ്യത്തിനും ചില പ്രശ്നങ്ങളുണ്ടാവും. ഇതെല്ലാം സ്ട്രെസ്സ് കാരണം ഉണ്ടാവുന്നതാണ്. സോ ഫിസിക്കലായിട്ടുള്ള ചേഞ്ചസ് എന്തൊക്കെയാണ്? ഓക്കെ, സോ ഫിസിക്കലായിട്ടുള്ള ബോഡിലി എന്തൊക്കെ ചേഞ്ചസ് ആണ്, എന്തൊക്കെ സിംറ്റംസ് ആണ് സ്ട്രെസ്സ് വരുമ്പോൾ നമ്മൾ അനുഭവിക്കുന്നത് നമുക്ക് നോക്കാം. ലോ ലെവൽസ് ഓഫ് എനർജി, വളരെ ക്ഷീണം തോന്നുക, സ്റ്റൊമക്ക് അപ്സെറ്റ്. ഇത് ഈ കുഞ്ഞുങ്ങളിലൊക്കെ എപ്പോഴും കാണുന്നതല്ലേ, വയറുവേദന എടുക്കുക സ്ട്രെസ് വരുമ്പോൾ. പരീക്ഷയുടെ തലേ ദിവസമൊക്കെ വയറുവേദന വരുന്നതൊക്കെ കണ്ടിട്ടുണ്ടല്ലോ. Then headaches and migraines. This is one of the most common symptom. ഒത്തിരി പേര് അനുഭവിക്കുന്നതാണ് ഹെഡേക്കും മൈഗ്രെയിനും. പെയിൻ ആൻഡ് ഏക്സ് ഉണ്ടാവാം, വേദനകൾ അവിടെ ഇവിടെയൊക്കെ. ചെസ്റ്റ് പെയിൻ, അത് കുറച്ച് ഇൻറ്റൻസിറ്റി കൂടിയതാണ്. റാപ്പിഡ് ഹാർട്ട് ബീറ്റ്സ്, അതെല്ലാവർക്കും ടാക്കിക്കാർഡിയ ഉണ്ടാവാറുണ്ട് സ്ട്രെസ്സ് വരുമ്പോൾ അല്ലേ. ലാക്ക് ഓഫ് സ്ലീപ്പ്, അതും വളരെ കോമൺ ആയിട്ടുള്ള ഒരു കാര്യമാണ്. മൗത്ത്, ചുണ്ടൊക്കെ വരളുക, വായിക്കകത്തൊക്കെ ഡ്രൈനെസ് തോന്നുക. ഓക്കെ, ദാറ്റ് ഈസ് വൺ സിംറ്റം. ടെൻഷൻ ഇൻ മസിൽസ്, ദാറ്റ് ഈസ് ഓൾസോ വെരി കോമൺ. അതൊക്കെയാണ് ഫിസിക്കൽ സിംറ്റംസ്. ഇനിയും വൈകാരികമായ സിംറ്റംസ് എന്തൊക്കെയാണ്? ഇമോഷണൽ സിംറ്റംസ്. ഓൾവേസ് എക്സാമിന് എഴുതുമ്പോൾ കീ ടേം എഴുതണം കേട്ടോ. ഫിസിക്കൽ സിംറ്റം, ഇമോഷണൽ സിംറ്റം, അങ്ങനെ തന്നെ എഴുതണം. ഓക്കെ, യെസ്. ഇമോഷണൽ സിംറ്റംസ് എന്തൊക്കെയാണ്? ഫ്രസ്ട്രേഷൻ. ഈ ഫ്രസ്ട്രേഷൻ എന്ന് വെച്ചാൽ എന്താ? ഒരു നിരാശ തോന്നുക. പിന്നെന്താ? ഗെറ്റിംഗ് ഇറിറ്റേറ്റഡ്, വളരെ അനോയിഡ് ആവുക. പിന്നെന്താ? വർത്ത്ലെസ്നെസ്, ഓ എന്നെ കൊണ്ടൊന്നിനും കൊള്ളത്തില്ല എന്ന് തോന്നുക. പിന്നെ വളരെ ലോൺലി, അതായത് ഒറ്റയ്ക്കേ ഉള്ളൂ എന്നുള്ള ഒരു ലോൺലിനെസ് ഫീൽ ചെയ്യുന്നത്, ഡിപ്രസ്ഡ് ആവുന്നത്, അതൊക്കെ ഇമോഷണൽ സിംറ്റംസ് ആണ്. ഇനി സൈക്കോളജിക്കലായിട്ടുള്ള സിംറ്റംസ് ഉണ്ട്. അതെന്തൊക്കെയാണ്? നമുക്ക് കോഗ്നിഷൻ, അതായത് നമുക്ക് റീസണിങ് എബിലിറ്റി ഒക്കെ കുറച്ച് കുറയും ആ സമയത്ത്. ഭയങ്കര ആകുലതയായിരിക്കും, വെറിയും കോൺസ്റ്റൻ്റ്ലി ഉണ്ടാവും. പിന്നെ റേസിങ് തോട്ട്സ്, ഭയങ്കര ഓവർ തിങ്കിങ് ഒക്കെ ആ സമയത്ത് ചിലപ്പം വരും. ലാക്ക് ഓഫ് ഓർഗനൈസേഷൻ ഇൻ തിങ്കിങ്, ഫോർഗെറ്റിംഗ്, മറവി ഉണ്ടാവുക, ഒരു കാര്യത്തിലേക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റാതാവുക. ലാക്ക് ഓഫ് ജഡ്ജ്മെൻറ്റ് ഓർ പുവർ ജഡ്ജ്മെൻറ്റ്, ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റാതെ വരിക. പെസിമിസം. പെസിമിസം എന്താണ്? ഒപ്റ്റിമിസത്തിൻ്റെ ഓപ്പോസിറ്റാണ് പെസിമിസം. ദാറ്റ് ഈസ് കൺസിഡർഡ് ആസ് എ നെഗറ്റീവ് ഫീലിംഗ്. ഓക്കെ, ഇനി ബിഹേവിയറൽ സിംറ്റംസ്. ഒരാൾ പെരുമാറ്റത്തിലും മാറ്റങ്ങൾ കാണിക്കും ഈ ഒരു സ്ട്രെസ്ഫുൾ സിറ്റുവേഷനിൽ നിൽക്കുമ്പോൾ. അതെന്തൊക്കെയാണ്? പ്രൊഡക്ടിവിറ്റി കുറയും, ഡിറ്റീരിയറേഷൻ, ഇപ്പോൾ പെർഫോമൻസ് എഫക്റ്റീവ്നെസ് കുറഞ്ഞു വരും. ദിസ് പേഴ്സൺ കുഡ് ഇൻഡൾജ് ഇൻ സബ്സ്റ്റൻസ് യൂസ്. സബ്സ്റ്റൻസ് യൂസ് എന്നാൽ എന്താണ്? ഇങ്ങനെ ഡ്രഗ്സിൻ്റെ ഒക്കെ യൂസിലേക്ക്
ആൽക്കഹോളിസത്തിലേക്കൊക്കെ ഇങ്ങനത്തെ ഒരു സ്ട്രെസ്സ് അനുഭവിക്കുന്ന ആൾ പോകാൻ ചാൻസ് ഉണ്ട്. സോ അതൊക്കെയാണ് സബ്സ്റ്റൻസ് യൂസ് എന്ന് പറയുന്നത്. ആക്സിഡൻറ്റ്സ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതായത് ഒരു ബോധമില്ലാതെ പോയിട്ട് റോഡൊക്കെ ക്രോസ് ചെയ്യുമ്പോഴൊക്കെ നമ്മൾ സൂക്ഷിച്ചില്ലെങ്കിലൊക്കെ വളരെ പാടായിരിക്കും. ഭയങ്കര നെർവസ് ആയിട്ടുള്ള മാനറിസംസ് കാണിക്കും. ടൈം മാനേജ്മെൻറ്റ് വളരെ പുവറായിരിക്കും. അതായത് ഒരു സമയം മാനേജ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ഉണ്ടാവും. പിന്നെന്താ, വിശക്കുന്നതിലൊക്കെ ഒരു മാറ്റങ്ങൾ. ചിലർക്ക് ഭയങ്കരമായിട്ട് വിശക്കും, ചിലർക്ക് വിശക്കത്തേയില്ല. ഓക്കെ. പിന്നെ ചിലരാണെങ്കിൽ ബിഞ്ച് ഈറ്റിംഗ് കാണിക്കും, ഭയങ്കര സ്പീഡിൽ ഫുഡ് കഴിച്ചുകൊണ്ടേയിരിക്കും. അതൊരു സിംറ്റമാണ് കേട്ടോ. യു മസ്റ്റ് ഹാവ് ഹേർഡ് ഓഫ് സം ഈറ്റിംഗ് ഡിസോർഡേഴ്സ് ലൈക്ക് അനറെക്സിയ നെർവോസ, ബുലിമിയ നെർവോസ, ബിഞ്ച് ഈറ്റിംഗ്. സൈക്കോളജി സ്റ്റുഡൻസ്, യു മസ്റ്റ് ഹാവ് സ്റ്റഡീഡ് ഓൾ ദീസ് അല്ലേ? you even have this for MAPC. MAയിലും ഉണ്ട് ഇതൊക്കെ. യെസ്. സോ സിംറ്റംസ് ഓഫ് സ്ട്രെസ്സിൻ്റെ ഒരു ടേബിൾ നിങ്ങൾ കാണുന്നുണ്ടല്ലോ. ഐ വുഡ് അഡ്വൈസ് യു അത് നിങ്ങളൊന്ന് ഇങ്ങനെ ടേബിളായിട്ട് ബൈ ഹാർട്ട് ചെയ്യണമെന്നല്ല, ഒരു 5-6 സിംറ്റംസ് എങ്കിലും നിങ്ങൾക്ക് എല്ലാ കാറ്റഗറിയിൽ നിന്നും ഓർത്ത് വെക്കാൻ പറ്റണം. സോ ദാറ്റ് ഇഫ് ദേ ആസ്ക് യു ഫോർ ദ എക്സാമിനേഷൻ യു വിൽ ബി ഏബിൾ ടു റൈറ്റ് ഇറ്റ്. ഫിസിക്കൽ സിംറ്റംസ്, അതായത് നമ്മുടെ ബോഡിലി ചേഞ്ചസിൽ വരുന്നതാണ്. റാപ്പിഡ് പൾസ് റേറ്റ് കൂടും, ഹാർട്ട് ബീറ്റ് കൂടും, ഇൻക്രീസ്ഡ് പെർസ്പിറേഷൻ, സ്വെറ്റ് ചെയ്യുമെന്നാന്ന് തോന്നുന്നു, ഇൻക്രീസ്ഡ് സ്വെറ്റിംഗ്, ടെൻസിങ് ഓഫ് ആം ആൻഡ് ലെഗ് മസിൽസ്, ഷോർട്ട്നെസ് ഓഫ് ബ്രെത്ത്, അതായത് പെട്ടെന്ന് ശ്വാസം വലിക്കുന്നതിനൊരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യും. പിന്നെ പല്ലൊക്കെ ഇങ്ങനെ ഇറുക്കുക, ഗ്രിറ്റിംഗ് ഓഫ് ടീത്ത്, ഹെഡ് ഏക്സ്, ഇൻഡൈജഷൻ, വയറിന് കംപ്ലയിൻസ്, നംനെസ്, ഒരു മരവിക്കൽ, ഡ്രൈ മൗത്ത് പെയിൻ, അബ്ഡോമിനൽ ക്രാംസ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ. ഇനിയും സൈക്കോളജിക്കലായിട്ട് ഉള്ള ചേഞ്ചസ്, ഫീലിംഗ് അപ്സെറ്റ്, കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാതിരിക്കുക, ദെൻ കോൺഫിഡൻസ് നഷ്ടപ്പെടുക, എപ്പോഴും ഒരു വേവലാതെ തോന്നുക, ആബ്സെൻറ്റ് മൈൻഡഡ് ആയിട്ടിരിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഇമോഷണലായിട്ടുള്ള സിംറ്റംസ് എന്താ? ഭയങ്കര ആങ്സൈറ്റി എസ്റ്റാബ്ലിഷ് ചെയ്യുക, ആങ്സൈറ്റി ഷോക്കേസ് ചെയ്യുക, ദേഷ്യം കാണിക്കുക, കുറ്റബോധം കാണിക്കുക, ജലസി, അസൂയ, ഷെയിം, ഒരു നാണക്കേട് കാണിക്കുക, സൂയിസൈഡൽ ഫീലിങ്സ്, ദാറ്റ് ഇസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. അതൊരു ഇമോഷണൽ സിംറ്റം ഓഫ് സ്ട്രെസ്സാണ്. ഇനി ബിഹേവിയറിലുള്ള വളരെ സിംറ്റംസ് ഉണ്ട്. എന്താണ്? പെർഫോമൻസ് കുറഞ്ഞു വരിക, സബ്സ്റ്റൻസ് യൂസ്, ഇറ്റ് കുഡ് ബി സ്മോക്കിംഗ്, യൂസ് ഓഫ് ആൽക്കഹോൾ ഓർ യൂസ് ഓഫ് എനി അതർ റിക്രിയേഷണൽ ഡ്രഗ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഏർപ്പെടും. പിന്നെ എന്താണ്? നെർവസ് ആവുക, ചിലർ ഈ നഖം കടിക്കും, ചിലർ കാലിങ്ങനെ കുലുക്കിക്കൊണ്ടിരിക്കും. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ അനറക്സിയയുടെ കാര്യമൊക്കെ, അതൊക്കെ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെന്താ? അനറക്സിയ എന്താണെന്നറിയാം, ഇറ്റ്സ് ബേസിക്കലി ഒരു ഈറ്റിംഗ് ഡിസോർഡറാണ് കേട്ടോ, അത്ര അറിഞ്ഞിരുന്നാൽ മതി. പിന്നെന്താ? ഫോബിയാസ് ഒക്കെ ഉണ്ടാവാം. ഫോബിയാസ് എന്തൊക്കെയാണ്? പേടികളാണ് ഫോബിയാസ്. ഫോർ എക്സാമ്പിൾ ക്ലോസ്ട്രോഫോബിയ. അതെന്താണ്? ഇപ്പോൾ ഒരാൾ ഒരു ലിഫ്റ്റിൻ്റെ അകത്ത് നിൽക്കുമ്പോൾ പേടിക്കുകയാണ്, ഒരു ക്ലോസ്ഡ് ഒരു എൻവയോൺമെൻറ്റിൽ നിൽക്കുമ്പോൾ പേടിക്കുവാണെങ്കിൽ അദ്ദേഹത്തിന് ക്ലോസ്ട്രോഫോബിയ ആയിരിക്കും. അതുപോലെ എന്താ? ചിലർക്ക് ഫിയർ ഓഫ് സ്പൈഡേഴ്സ് ഉണ്ടായിരിക്കാം അല്ലേ? ചിലർക്ക് ശരിയാണ്, ചിലർക്ക് ഡാർക്ക്നെസ് പേടിയായിരിക്കും. അപ്പം എല്ലാവർക്കും മോസ്റ്റ്ലി മെനി പീപ്പിൾ ഹാവ് ഫോബിയാസ്. സോ അതൊക്കെ എസ്പെഷ്യലി ആ ഒരു സ്ട്രെസ്ഫുൾ സിറ്റുവേഷനിൽ അതൊക്കെ വളരെയധികം പ്രോമിനൻ്റ് ആയി വരും. ഓക്കെ, സോ ഐ ലീവ് ദാറ്റ് ടു യു. ഐ ഹവ് എക്സ്പ്ലെയിൻഡ് ഓൾമോസ്റ്റ് എവറിത്തിങ് ഇൻ ദ ടേബിൾ. വെർ ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ്? ഓർത്തിരിക്കൂ ഇതൊക്കെ. Now let's focus our attention towards the sources of stress. ഈ സ്ട്രെസ്സിൻ്റെ 3 മെയിൻ സോഴ്സസ് ആണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പഠിക്കുന്നത്. ഓക്കെ, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ സ്ട്രെസ്സിൻ്റെ 3 പ്രധാനപ്പെട്ട സോഴ്സസ് ആണ് പറയുന്നത്. ഫസ്റ്റ്ലി ഫ്രസ്ട്രേഷൻ, സെക്കൻഡ്ലി കോൺഫ്ലിക്റ്റ് ഓഫ് മോട്ടീവ്സ്, ആൻഡ് മൂന്നാമത്തത് ഇറ്റ്സ് ക്വൈറ്റ് ഫാമിലിയർ, പ്രഷർ. ഫ്രസ്ട്രേഷൻ എന്താണെന്ന് നമുക്ക് ആദ്യമായിട്ട് മംഗൽ എന്ന് പറയുന്ന ഇതിനെക്കുറിച്ച് പഠിച്ച അദ്ദേഹം പറഞ്ഞ എന്താണെന്ന് നമുക്ക് നോക്കാം. It refers to a wide range of environmental obstacles, both physical and social, and the internal factors in the form of personal limitations, biological conditions, and psychological barriers may lead to frustration of our needs, motives, and efforts. അതായത് ഇതിൻ്റെ അകത്ത് പറയുന്നത് എന്താണ്? ഒത്തിരി എൻവയോൺമെൻ്റൽ ഒബ്സ്റ്റക്കിൾസും അല്ലെങ്കിൽ പലതരത്തിലുള്ള ഒരു ലിമിറ്റേഷൻസും കണ്ടീഷൻസും ഒക്കെ ചില കൈൻഡ് ഓഫ് ബാരിയേഴ്സ് ക്രിയേറ്റ് ചെയ്യും. അതൊക്കെ തന്നെ നമ്മളിലൊരു നിരാശ ഉണ്ടാക്കുകയും ചെയ്യും. അതായത് ഇപ്പം നമ്മളൊരു പ്രൊമോഷൻ ആഗ്രഹിച്ചിട്ട് അത് കിട്ടാതെ വരുമ്പം
ഏതൊരു മനുഷ്യനും ഒരു ലെവൽ ഓഫ് നിരാശ തോന്നും. അതാണ് ഫ്രസ്ട്രേഷൻ എന്ന് പറയുന്നത്. ആ ഒരു ഫ്രസ്ട്രേഷനിൽ നിന്ന് സ്ട്രെസ് ഡെവലപ്പ് ചെയ്യും. ഹെൻസ് വി ക്യാൻ സേ ദാറ്റ് ഫ്രസ്ട്രേഷൻ ഇസ് വൺ ഓഫ് ദ മേജർ സോഴ്സസ് ഓഫ് സ്ട്രെസ്. ക്ലിയർ ആയോ? ഇനി നമ്മൾ പഠിക്കുന്നത് ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് വരാൻ വളരെ ചാൻസ് ഉള്ളൊരു കാര്യമാണ് കോൺഫ്ലിക്റ്റ് ഓഫ് മോട്ടീവ്സ്. ഇതും ഒരു സോഴ്സ് ഓഫ് സ്ട്രെസ്സാണ്. പക്ഷേ ഈ കോൺഫ്ലിക്റ്റ് ഓഫ് മോട്ടീവ്സ്, അതായത് ഒരു തീരുമാനം എടുക്കുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഒരു ചെറിയ സ്ട്രെസ് ഉണ്ടല്ലോ, അത് മൾട്ടിപ്പിൾ വേസിലുണ്ട്. പ്രധാനമായിട്ട് 4 രീതിയിലുണ്ട്. അപ്രോച്ച് കോൺഫ്ലിക്റ്റ്, അവോയ്ഡൻസ് കോൺഫ്ലിക്റ്റ്, അവോയ്ഡൻസ് കോൺഫ്ലിക്റ്റ്, മൾട്ടിപ്പിൾ അപ്രോച്ച് അവോയ്ഡൻസ് കോൺഫ്ലിക്റ്റ്. ഇങ്ങനെ 4 ടൈപ്സ് ആണ് ഉള്ളത്. അപ്രോച്ച് കോൺഫ്ലിക്റ്റ് എന്താണെന്ന് വെച്ചാൽ 2 സിറ്റുവേഷൻസ് ഉണ്ടെങ്കിൽ 2 നമുക്ക് സ്വീകാര്യമാണ്. അതിലേത് നമ്മൾ സ്വീകരിക്കണമെന്ന് ആലോചിച്ച് നമുക്കൊരു ചെറിയ സ്ട്രെസ് ഉണ്ടാകത്തില്ലേ, അതാണ്. രണ്ടാമത്തെ എന്താണ്? അവോയ്ഡൻസ്. 2 നമുക്കിപ്പോൾ എടുക്കാൻ പറ്റത്തില്ല, 2 നമുക്ക് നോ സിറ്റുവേഷനാണ്. അപ്പോൾ ഇനി എങ്ങനെ ചൂസ് ചെയ്യും എന്നുള്ള ഒരു കൈൻഡ് ഓഫ് സ്ട്രെസ് നമുക്ക് ഉണ്ടാകത്തില്ലേ, അതാണ് അവോയ്ഡൻസ് കോൺഫ്ലിക്റ്റ്. അപ്രോച്ച് അവോയ്ഡൻസ് അപ്പോൾ എന്തായിരിക്കും? ഒരെണ്ണം നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്നതും ഒരെണ്ണം ചൂസ് ചെയ്യാൻ പറ്റാത്തതുമായ ഒരു സിറ്റുവേഷൻ ആയിരിക്കും. ഓക്കെ. മൾട്ടിപ്പിൾ അപ്രോച്ച് അവോയ്ഡൻസ് കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്ന സിറ്റുവേഷൻ കുറച്ചും കൂടെ കോംപ്ലക്സ് ആയിരിക്കും. അത് മനസ്സിലാവാനായിട്ട് ഐ ഹെൽപ്പ് യു ഔട്ട് വിത്ത് എക്സാമ്പിൾസ്. ഷാൽ ഐ? ഇൻഡിവിജ്വൽ ഹാസ് ടു ചൂസ് ബിറ്റ്വീൻ alternatives and decision making. Okay, in this regard അത് സ്ട്രെസ്സിലേക്ക് വഴിതെളിക്കുമെന്നാണ് പറയുന്നത്. സോ അപ്രോച്ചിനെ നമുക്ക് ആദ്യം നോക്കാം. ഇൻ ദിസ് ടൈപ്പ് ഓഫ് കോൺഫ്ലിക്റ്റ് ദ ഇൻഡിവിജ്വൽ ഹാസ് ടു ചൂസ് ബിറ്റ്വീൻ 2 ഗോൾസ് ദാറ്റ് ആർ പോസിറ്റീവ് ആൻഡ് ആർ സിമിലർ. ഇവിടെ 2 ഗോൾസ് ആയിരിക്കും ഉള്ളത്. അത് രണ്ടും പോസിറ്റീവും ആണ് സിമിലറും ആണ്. ഇപ്പം ഒരേ രീതിയിലുള്ള 2 ജോബ് ഓപ്പർച്യൂണിറ്റീസ് വന്നു. ഒരു കമ്പനിയിൽ എനിക്ക് അത്യാവശ്യം നല്ലൊരു ജോബാണ്, ഇന്ന സാലറി കാണും, ജോബ് സെക്യൂരിറ്റി ഉണ്ട്. വേറൊരു കമ്പനിയിൽ നിന്നും എനിക്ക് സിമിലർ തന്നെ ഒരു സിറ്റുവേഷൻ വന്നു. അപ്പം ഇത് വേണോ അത് വേണോ, ഓക്കെ, മനസ്സിലായോ? അതാണ് അപ്രോച്ച് കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഡിസിഷൻ മേക്കിംഗ് എങ്ങനെയായിരിക്കും എന്നുള്ളത് ഒരു ലെവൽ ഓഫ് ഇതുണ്ടാക്കുന്നു. ദെൻ അവോയ്ഡൻസ് കോൺഫ്ലിക്റ്റ് ഉണ്ട്. അപ്പോൾ ഇവിടെ എന്താണ്? ദർ ആർ 2 ഗോൾസ് ദാറ്റ് ആർ സിമിലർ ബട്ട് ഒപ്പോസ് ടു അപ്രോച്ച് കോൺഫ്ലിക്റ്റ്. The goals are negative. ഇവിടെ പറയുന്ന എക്സാമ്പിൾ എന്താണ്? An individual may have to take decision whether he wants to remain unemployed or take up a mediocre job. ഒരു സിറ്റുവേഷൻ എ എന്താണ്? എനിക്ക് ജോലിയില്ല, ഞാൻ അൺഎംപ്ലോയിഡ് ആയിട്ടിരിക്കണം. സിറ്റുവേഷൻ ബി എന്താണ്? എനിക്കൊരു വളരെ സാധാരണ രീതിയിലുള്ളൊരു ജോബ് കിട്ടി, എനിക്കതിൽ ഒട്ടും തന്നെ ഇൻട്രസ്റ്റും ഇല്ല. അപ്പോൾ എയും നല്ല ഒരു കാര്യമല്ല, ബിയും നല്ലൊരു കാര്യമല്ല. അപ്പം അവോയ്ഡൻസ് കോൺഫ്ലിക്റ്റ് ആണ് അവിടെ വർക്കൗട്ട് ആവുന്ന. ആ ഒരു കോൺഫ്ലിക്റ്റ് കാരണം തന്നെ സ്ട്രെസ്സ് ഇൻഡ്യൂസ്ഡ് ആവും. ആരിൽ? ആ ഒരു ഇൻഡിവിജ്വലിൽ. ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ. അപ്രോച്ച് അവോയ്ഡൻസ് കോൺഫ്ലിക്റ്റ്, ഇവിടെ ഒറ്റ ഒരു ഗോളേ കാണത്തുള്ളൂ, ഒരു സിംഗിൾ ഗോളാണ്. പക്ഷേ അത് പോസിറ്റീവും ആണ് നെഗറ്റീവും ആണ്. ഫോർ എക്സാമ്പിൾ, an individual taking up a job abroad may be excited about the opportunity but also has to face the fact that he or she will have to stay away from the family. ഇപ്പോൾ നമുക്ക് എബ്രോഡ് ഒരു ജോലി കിട്ടി, സാലറിയാണ്, ബെറ്റർ ലിവിങ് കണ്ടീഷൻസ് ആണ്, അങ്ങനെയൊക്കെ നോക്കുമ്പം വളരെ അപ്രോച്ചബിൾ ആണ്. അറ്റ് ദ സെയിം ടൈം ഒന്ന് ചിന്തിച്ച് നോക്കുമ്പം നമ്മളുടെ ഫാമിലി ആൻഡ് എൻവയോൺമെൻറ്റ് എല്ലാം വിട്ടു പോകണം. ദാറ്റ് ഈസ് സംതിങ് നെഗറ്റീവ്. അപ്പം അവിടെ ഒരു പോസിറ്റീവായിട്ടുള്ള ആസ്പെക്റ്റും ഉണ്ട്, നെഗറ്റീവായിട്ടുള്ള ആസ്പെക്റ്റും ഉണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ ഒരു അപ്രോച്ച് അവോയ്ഡൻസ് കോൺഫ്ലിക്റ്റ് ഉണ്ടാവുകയും അതിൽ നിന്ന് സ്ട്രെസ് ജനറേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. ക്ലിയർ ആണോ? ഒരു തംസപ്പ് ഇട്ടേ ക്ലിയർ ആണെങ്കിൽ. ലെറ്റ് മീ സീ. യെസ്, ഗുഡ്. സോ ദർ ഇസ് മൾട്ടിപ്പിൾ അപ്രോച്ച് അവോയ്ഡൻസ് കോൺഫ്ലിക്റ്റ്. അതെന്താണ്? ദിസ് ഈസ് ക്വൈറ്റ് കോംപ്ലെക്സ് ആൻഡ് ദേ ആർ കോമ്പിനേഷൻസ് ഓഫ് അപ്രോച്ച് ആൻഡ് അവോയ്ഡൻസ് conflict. In this conflict, the individual has to choose between the options that have both positive and negative consequences. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഇപ്പോൾ ഒരു കുട്ടിക്ക് 2 എഡ്യൂക്കേഷണൽ ഓപ്പർച്യൂണിറ്റീസ് വരുവാണ്. 1 മ്യൂസിക് പഠിക്കാനും 2 എൻജിനീയറിംഗ് പഠിക്കാനും. മ്യൂസിക് പഠിച്ചാൽ ഉള്ള കുഴപ്പം, കുട്ടിക്ക് വളരെ ഇഷ്ടമാണ് അത് പഠിക്കാൻ, കുട്ടി വിൽ ബി വെരി ഹാപ്പി, ബട്ട് ദ പേരൻസ് വുഡ് ബി അൺഹാപ്പി ബിക്കോസ് അവർക്കത് താല്പര്യമില്ല. അവർക്ക് കുഞ്ഞ് എൻജിനീയറിംഗ് പഠിക്കണമെന്നാണ്.
എന്നാൽ എൻജിനീയറിംഗ് ചൂസ് ചെയ്താലുള്ള കുഴപ്പം എന്താണ്? പേരൻസ് വുഡ് ബി വെരി ഹാപ്പി, പക്ഷേ കുട്ടിക്ക് അതിൽ താല്പര്യമില്ല, അതുകൊണ്ട് തന്നെ ആ കുട്ടി അതിൽ ഈസ് ചെയ്യാനും പോകുന്നില്ല. മനസ്സിലായോ? സോ ദർ ഇസ് മൾട്ടിപ്പിൾ അപ്രോച്ച്, അവോയ്ഡൻസ്, കോൺഫ്ലിക്റ്റ് ടേക്കിംഗ് പ്ലേസ് ദർ. അതിൽ നിന്ന് സ്ട്രെസ് ഉളവാകുന്നു. ഇസ് ദാറ്റ് ക്ലിയർ? സോ കോൺഫ്ലിക്റ്റ് ഓഫ് മോട്ടീവ്സ് എന്ന് പറയുന്ന ഈ ഒരു ഭാഗം ഇറ്റ് മൈറ്റ് ലുക്ക് വെരി ഡിഫിക്കൾട്ട് ഫോർ യു അറ്റ് ദ വെരി ഫസ്റ്റ് ഗ്ലാൻസ്. പക്ഷേ ഞാനിപ്പോൾ പറഞ്ഞ എക്സ്പ്ലനേഷൻ നിങ്ങൾ ഒന്നുകൂടെ ഒന്ന് കേട്ട് നോക്കിയിട്ട് വായിക്കുമ്പം ഐ അഷ്വർ യു വിൽ ബി ഫൈൻഡിങ് ദിസ് ഈസി ടു കോംപ്രിഹെൻഡ്. അല്ലേ? എൻ്റെ ഒരു എക്സ്പ്ലനേഷൻ കേട്ട് കഴിയുമ്പം ഐ സപ്പോസ് യു വിൽ ബി ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് ഇറ്റ് ഇൻ എ ബെറ്റർ സെൻസ്. ഇനിയും ഒരു കോൺട്രിബ്യൂട്ടർ കൂടെ ഉണ്ട്, ഒരു സോഴ്സും കൂടെ ഉണ്ട് സ്ട്രെസ്സിന്. എന്താണ്? പ്രഷർ. പ്രഷർ നമുക്ക് എല്ലാവർക്കും അറിയാം, അല്ലേ? പക്ഷെ അതിൻ്റെ അകത്ത് തന്നെ എക്സ്റ്റേണൽ പ്രഷറും ഉണ്ട്, ഇൻറ്റേർണൽ പ്രഷറും ഉണ്ട്. ഓക്കെ, ഇവിടെ നോക്കൂ, എക്സ്റ്റേണൽ പ്രഷറിൻ്റെ ഇൻറ്റേർണൽ പ്രഷറിൻ്റെ എക്സാമ്പിൾ പറയുന്നുണ്ട്. ആൻ എക്സാമ്പിൾ ഓഫ് എക്സ്റ്റേണൽ പ്രഷർ ഇസ് വെൻ എ ചൈൽഡ് ഇസ് pressurized by parents to do well in an examination, and an example of internal pressure is when the child himself or herself feels that he or she need to study or do well in examination. Okay, that is the textual example. നമുക്ക് നമ്മുടെ കോണ്ടെക്സ്റ്റിലെ എക്സാമ്പിൾ പറയാം. ഇപ്പം ഡിസംബറിൽ TE വരുന്നു. അപ്പം TE വരുന്നു എന്നൊരു ബോധവും നമുക്ക് സ്വന്തമായിട്ട് തോന്നുകയും ഇനി ഇത്ര ദിവസമേ ഉള്ളൂ, ഞാൻ എന്തെങ്കിലും പഠിച്ചേ പറ്റൂ എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെ ബുക്ക് എടുക്കുകയും കൗൺസിലിംഗ് സെഷൻസ് അറ്റൻഡ് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ, എന്നിട്ട് നമ്മൾ കുറച്ച് എഫേർട്ട് ഇട്ട് നമ്മൾ പഠിക്കുന്നുണ്ടെങ്കിൽ അവിടെ ഇൻറ്റേർണൽ പ്രഷറാണ് വർക്കൗട്ട് ആവുന്നത്. എന്നാൽ നമ്മളുടെ പേരൻസോ നമ്മളുടെ വീട്ടിലുള്ളവരോ നമ്മുടെ സ്പൗസസോ ഒക്കെ നമ്മളോട് പറയാണ്, എന്താ ഇത് പരീക്ഷ അടുത്തു, എന്തെങ്കിലും പഠിക്കുന്നുണ്ടോ, ഇപ്രാവശ്യം പാസ്സാവുമോ, അങ്ങനെയൊക്കെ ഒരു എക്സ്റ്റേണൽ ഒരു സ്റ്റിമുലസിൽ നിന്നാണ് നമുക്ക് പ്രഷർ കിട്ടുന്നതെങ്കിൽ അങ്ങനെ. പിന്നെ ചിലരുണ്ട് കേട്ടോ, നീ പഠിച്ച് പാസ്സായതിനൊക്കെ ഞാൻ ഇത് വാങ്ങിച്ചു തരാം, കൊച്ചു കുട്ടികളോടൊക്കെ നമ്മൾ പറയില്ലേ, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു എക്സ്റ്റേണൽ മോട്ടിവേഷൻ കൊണ്ടായിരിക്കും, ആ ഒരു എക്സ്റ്റേണൽ പ്രഷർ കൊണ്ടായിരിക്കും ആ കുട്ടി പഠിക്കുന്നത്. സോ അതാണ് എക്സ്റ്റേണൽ പ്രഷറും ഇൻറ്റേർണൽ പ്രഷറും. മനസ്സിലായോ? ഈ സോഴ്സസ് ഒന്നും അല്ലാതെ തന്നെ പേഴ്സണാലിറ്റി കാരണവും ചില മനുഷ്യരിൽ സ്ട്രെസ് ഇൻഡ്യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. ഇറ്റ് ഇസ് സെഡ് ദാറ്റ് in the context of personality, type A, type B personalities ഡിസ്കസ് ചെയ്യേണ്ട ഒരു ആസ്പെക്റ്റാണ്. ഈ ടൈപ്പ് എ പേഴ്സണാലിറ്റി ആണ് മോർ ഓഫൻ സ്ട്രെസ് ഡിസ്പ്ലേ ചെയ്യുന്നത്. ടൈപ്പ് എ പേഴ്സണാലിറ്റി ഡിസ്പ്ലേ ഹറിഡ്നെസ്, റെസ്റ്റ്ലെസ്നെസ് ആൻഡ് ആർ ഓഫൻ ഇൻവോൾവ് ഇൻ ക്യാരിങ് ഔട്ട് വേരിയസ് ആക്ടിവിറ്റീസ് അറ്റ് ദ സെയിം ടൈം. ദേ ആർ കോമ്പറ്റീറ്റീവ്, ആങ്ഷ്യസ് ആൻഡ് ആർ ഓഫൻ അച്ചീവ്മെൻറ്റ് ഓറിയൻറ്റഡ്. ഓക്കെ, so type A personality are comparatively more prone to stress when compared with people with type B personality. So don't you worry, we'll discuss this when we study the factors contributing to stress proneness in the next unit. അപ്പം ഞാനിത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഇപ്പോൾ ജസ്റ്റ് നിങ്ങൾ ഇത്രയും അറിഞ്ഞിരുന്നാൽ മതി. ഇത് കൂടാതെ ചില ലൈഫ് ഇവൻസും നമ്മളിൽ സ്ട്രെസ് ഉണ്ടാക്കും. എന്തിന്? നമുക്കൊരു ആക്സിഡൻറ്റ് വന്നാൽ നമുക്ക് വളരെ സ്ട്രെസ്ഫുള്ളാണ്, കാരണം പെയിനുണ്ട്, പിന്നെന്താണ്, ആകെ കൂടെ ബുദ്ധിമുട്ടാണ്. വേറെ എന്താണ്? ഇറ്റ് കുഡ് ബി എ ഡിവോഴ്സ്, ഇറ്റ് കുഡ് ബി ഡിമൈസ് ഓഫ് എ ഡിയർ ഫ്രണ്ട് ഓർ എ ഫാമിലി മെമ്പർ, അല്ലെങ്കിൽ റിട്ടയർമെൻ്റ് ആവാം, ഒരു ജോബ് നഷ്ടപ്പെടുന്നതാവാം. ഓൾ ദീസ് ലൈഫ് ഇൻസിഡൻസ് കുഡ് ലീഡ് യു ടു സ്ട്രെസ്ഫുൾ കണ്ടീഷൻസ്. ഓക്കെ, ഇനിയും ലൈഫ് ഇവൻറ്റ്സ് തന്നെ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് ലൈഫ് ഇവൻറ്റ്സിൽ വരുന്നത്. അതൊരു സോഴ്സ് ഓഫ് സ്ട്രെസ്സാണ്. പിന്നെ വരുന്നത് എന്താണ്? ഡെയിലി ഹേസൽസ്, നമ്മുടെ ദൈനംദിന ലൈഫിലുണ്ടാകുന്ന ചില ബുദ്ധിമുട്ടുകൾ. ഫോർ എക്സാമ്പിൾ എന്താണ്? സമയക്കുറവ്, വർക്കിൻ്റെ ഓവർലോഡ്, പിന്നെ ഡെയിലി റോൾസ്. നമ്മളൊക്കെ തന്നെ ഐ കുഡ് സീ ദാറ്റ് ഈ സെഷൻ അറ്റൻഡ് ചെയ്യുന്ന മെജോറിറ്റി ലേഡീസാണ്. അപ്പം നിങ്ങളൊക്കെ തന്നെ ഒരു മകളായിരിക്കാം, അമ്മയായിരിക്കാം, ഭാര്യയായിരിക്കാം, അങ്ങനെ പല റോൾസ് നിങ്ങൾ. പിന്നെ നിങ്ങളുടെ വർക്കിംഗ് വിമൻ ആണെങ്കിൽ അവിടുത്തെ എന്ത് റോളാണോ നിങ്ങൾ ചെയ്യുന്നത് നിങ്ങളുടെ വർക്ക് പ്ലേസിൽ, അത് നിങ്ങൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, മെൻ ആണെങ്കിലും ഒരു ഫാദർ ആയിരിക്കാം, സൺ ആയിരിക്കാം, നിങ്ങൾ വർക്ക് പ്ലേസിൽ ജോബ് ചെയ്യുന്നുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള റോൾസ് നിങ്ങൾ പ്ലേ ചെയ്യുന്നുണ്ട്, റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്, ഡ്യൂട്ടീസ് ഉണ്ട്. അതെല്ലാം നിങ്ങളിൽ ഒരു പരിധി വരെ സ്ട്രെസ്സ് ഉളവാക്കുന്നുണ്ട്. ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്സ് ഇല്ലേ, ഫാമിലി മെമ്പേഴ്സ് തമ്മിൽ പ്രോബ്ലം ഉണ്ടാവാം, സ്പൗസസ് തമ്മിൽ പ്രോബ്ലം ഉണ്ടാവാം, കിഡ്സ് ആൻഡ്
parents തമ്മിൽ പ്രോബ്ലം ഉണ്ടാവാം. സോ സ്ട്രെസ് ക്യാൻ ഓൾസോ ബി കോസ്ഡ് ഡ്യൂ ടു ഇഷ്യൂസ് റിലേറ്റഡ് ടു ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്സ്. വാട്ട് ഡു യു മീൻ ബൈ പേഴ്സൺ ടു പേഴ്സൺ? ഒരു രണ്ട് മനുഷ്യർ തമ്മിലുള്ള റിലേഷൻഷിപ്പിനെയാണ് ഉദ്ദേശിക്കുന്നത്. സോ ഇറ്റ് കുഡ് ബി ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് ഫാമിലി, വർക്ക് ഓർ ഈവൻ വിത്ത് പിയർ ഗ്രൂപ്പ്സ്. ഫ്രണ്ട്സ് തമ്മിലുള്ള problems ഒക്കെ ഉണ്ടാവാം. Issues in interpersonal relationships could range from misunderstandings to violence and abuse. ഇതൊക്കെ വളരെ നെഗറ്റീവ് ഇമ്പാക്റ്റ് ആണ് ഉണ്ടാക്കുന്നത് ഒരു മനുഷ്യൻ്റെ ഫിസിക്കൽ ആൻഡ് സൈക്കോളജിക്കൽ വെൽബീയിങ്ങിൽ, കേട്ടോ. ഇനി സോഷ്യൽ കണ്ടീഷൻസും നമുക്ക് സ്ട്രെസ് ഉണ്ടാക്കാം. സോഷ്യൽ കണ്ടീഷൻസ് എന്ന് പറയുമ്പോൾ എന്തൊക്കെ വരും? ഡിസ്ക്രിമിനേഷൻ വരും, ടെക്നോളജി വരും, ക്രൗഡിങ്. ഡിസ്ക്രിമിനേഷൻ കുഡ് ബി ഓൺ ദി ബേസിസ് ഓഫ് ജെൻഡർ, കാസ്റ്റ്, ദെൻ കളർ, റിലീജിയൻ എക്സെട്ര. പൊല്യൂഷൻ, ചേഞ്ചസ്. ഇപ്പം ടെക്നോളജി പറയുമ്പം ഈവൻ ടുഡേ ക്ലാസ്സസ് ആർ കണ്ടക്റ്റഡ് ഓൺലൈൻ അല്ലേ. അപ്പം അത്ര ഓൺലൈൻ ഒരു എഡ്യൂക്കേഷൻ ഇല്ലാത്ത, ടെക്നിക്കലി ഫോർവേഡ് അല്ലാത്ത ഒരാൾ വുഡ് ഫൈൻഡ് ഇറ്റ് വെരി ഡിഫിക്കൾട്ട് ടു അറ്റൻഡ് ദ സെഷൻ. ഇപ്പം ഒരു 2022 ഒക്കെ ആയപ്പം ഓൾമോസ്റ്റ് എവറിബഡി, കുറേ പേരെങ്കിലും ഒക്കെ കുറച്ചും കൂടെ ഒരു ടെക്നിക്കൽ എഡ്യൂക്കേഷൻ കിട്ടി വരുന്നുണ്ട്, അല്ലെങ്കിൽ എക്സ്പീരിയൻസ് കൊണ്ട് മനസ്സിലാവുന്നുണ്ട്. എന്നിരുന്നാലും ദർ ആർ സ്റ്റിൽ പീപ്പിൾ ഹു ആർ നോട്ട് അറ്റ് ഓൾ ഏബിൾ ടു ഡു സോ. അപ്പോൾ അത് ഒരു സ്ട്രെസ്സ് ക്രിയേറ്റ് ചെയ്യും. യെസ്, somebody has mentioned pandemic. യെസ്, ഇപ്പോഴത്തെ now the situation is much better, but in the year 2020 and 2021 we saw how difficult it was അല്ലേ. സോ പാൻഡമിക് ഓൾസോ യെസ് ഒരു സ്ട്രെസ്സർ തന്നെയാണ്. യെസ്, നൈസ് വൺ ദർ, വെരി ഗുഡ്. സോ ഫൈനലി we'll move on to the measurement of stress, shall we? ഒരു മനുഷ്യൻ അനുഭവിക്കുന്ന സ്ട്രെസ്സിൻ്റെ അളവ് എത്രയാണ് എന്ന് അളക്കാനായിട്ട് പലതരത്തിലുള്ള മെത്തേഡ്സ് ഉണ്ട്. ഫിസിയോളജിക്കൽ മെഷേഴ്സ് ഉണ്ട്, പിന്നെ എന്താ ഉണ്ട്, സൈക്കോളജിക്കൽ ടെസ്റ്റ്സ് ഉണ്ട്, ചെക്ക് ലിസ്റ്റുകളുണ്ട്, ഇൻ്റർവ്യൂസ് ഉണ്ട്. റിമെമ്പർ 4 പ്രധാനപ്പെട്ട മെഷേഴ്സാണ്. ഐ ഡോണ്ട് റിമെമ്പർ ദിസ് ക്വസ്റ്റ്യൻ ബീങ് ആസ്ഡ്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇതൊന്ന് പഠിച്ചു വെച്ചാൽ ചിലപ്പം യു നെവർ നോ, ഇതുവരെ ഞാൻ ചോദിച്ച് കണ്ടില്ല. അപ്പം if they need a variety they might ask you this question. Okay, physiological measures. Okay, ഇങ്ങനെയുള്ള മെഷേഴ്സ് ഐഡൻറ്റിഫൈ ആൻഡ് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ സഹായിക്കും എന്ത്, ഒരാൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന പ്രഷർ എങ്ങനെയാണ്. സോ നമ്മൾ അടുത്ത യൂണിറ്റിൽ മോഡൽസ് ഓഫ് സ്ട്രെസ് പഠിക്കും ഒരു മനുഷ്യൻ എങ്ങനെയാണ് ഫിസിയോളജിക്കൽ ചേഞ്ചസ് സംഭവിക്കുന്ന ആ ഒരു സ്ട്രെസ് എക്സ്പീരിയൻസ് ചെയ്യുന്ന സമയത്ത് എന്നുള്ളത്, കേട്ടോ. ഈവൻ ആ ഫ്ലൈറ്റ് ഓർ ഫൈറ്റ് റെസ്പോൺസ് നടക്കുമ്പോൾ പോലും നമ്മുടെ ബോഡിയിൽ ഒത്തിരി ചേഞ്ചസ് ഒക്കെ ഉണ്ടാവും. അതൊക്കെ നമുക്ക് ഇനി അടുത്ത ഇതിൽ പഠിക്കാം. എല്ലാം കൂടെ ആയാലും ഇറ്റ് വിൽ ബി വെരി ഡിഫിക്കൾട്ട് ഫോർ യു. ആൻഡ് ദെൻ ഇൻക്രീസ് ഇൻ ബ്ലഡ് പ്രഷർ ഉണ്ടാവാം, പൾസ് റേറ്റ് കൂടാം, ഹെവി ബ്രീത്തിങ് ഒക്കെ ഉണ്ടാവാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അളക്കാൻ പറ്റും. എങ്ങനെ? ഇൻസ്ട്രുമെൻറ്റ്സ് ആൻഡ് മെഷീൻസ് ഉപയോഗിച്ചിട്ട്. ഫോർ എക്സാമ്പിൾ പോളിഗ്രാഫ് പോലുള്ള മെഷീൻസ്, ഇൻസ്ട്രുമെൻറ്റേഷനൊക്കെ യൂസ് ചെയ്ത് നമുക്കത് ചെയ്യാൻ പറ്റും. ഫർദർ സ്ട്രെസ് ക്യാൻ ഓൾസോ ബി മെഷേർഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ബയോകെമിക്കൽ മെഷേഴ്സ്. അതെന്തൊക്കെയാണ്? ചില ഹോർമോൺസ് ഒക്കെ നോക്കാം, അളവ് നോക്കാം. എപ്പിനെഫ്രിൻ, നോർ എപ്പിനെഫ്രിൻ, കോർട്ടിസോൾ, അതൊക്കെ നമുക്ക് മെഷർ ചെയ്ത് നോക്കാം. ദെൻ ഫിസിയോളജിക്കൽ മെഷേഴ്സ് സീം ടു ബി എഫക്റ്റീവ് ഇൻ ഡിറ്റക്റ്റിംഗ് സ്ട്രെസ്. പക്ഷെങ്കിൽ അവിടെയും ലിമിറ്റേഷൻസ് ഉണ്ട്. എന്തൊക്കെയാണ് ലിമിറ്റേഷൻസ്? വേറെ പല കാര്യങ്ങൾ കൊണ്ട് ഈ ചേഞ്ചസ് ഉണ്ടാവാം, സ്ട്രെസ് ആയിരിക്കണമെന്നില്ല കാരണം. രണ്ടാമത്തെ എന്താണ്? ഇത് ചെക്ക് ചെയ്യാൻ പോകുന്നത് കൊണ്ട് തന്നെ ചിലർക്ക് സ്ട്രെസ് ഉണ്ടാവും. മനസ്സിലായോ? അങ്ങനെയും സ്ട്രെസ്സ് ക്രിയേറ്റ് ചെയ്യാം. ഇറ്റ് ഹാപ്പൻസ്. ഇപ്പോഴും സൂചി പേടിയുള്ള എത്രയോ പേരുണ്ട് അല്ലേ? ബ്ലഡ് കാണുമ്പോൾ തല ഇറങ്ങി വീഴുന്ന. നമ്മളത് മോശമായിട്ട് പറയല്ല, ഇതൊക്കെ ഓൾ ദീസ് ആർ ഹാപ്പനിങ്. അങ്ങനെ പലർക്കും പലതരത്തിലുള്ള പേടിയുണ്ട്. ഇറ്റ് ഹാപ്പൻസ് ടു ഇൻഡിവിജ്വൽസ്. ഓക്കെ, യെസ്. മൂന്നാമത്തെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് കോസ്റ്റ്ലി ആണിത്, ടൈം കൺസ്യൂമിങ്ങും ആണ്, കുറേ സമയവും എടുക്കും. ദീസ് ടെസ്റ്റ്സ് ആർ സ്റ്റാൻഡർഡൈസ്ഡ്, റിലയബിൾ ആൻഡ് വാലിഡ്. So these could be self-requisite inventories also. This is also one valid point. അവിടെ എന്താണ് നടക്കുന്നത്? The individual is expected to provide responses to certain statements and based on the responses, interpretations can be made. ഇൻഡിവിജ്വലിനോട് ചോദിക്കും ഇന്ന ഇതൊക്കെ ഉണ്ടോ, അപ്പോൾ അവരെന്ത് റെസ്പോണ്ട് ചെയ്യുന്നു അതനുസരിച്ചാണ് അവിടെ കാര്യങ്ങൾ ഇൻ്റർപ്രിട്ടേഷൻ നടക്കുന്നത്. ഓക്കെ, അവിടുത്തെ ഒരു മേജർ അഡ്വാൻറ്റേജ് എന്താണ്? ആ
പേഷ്യൻ്റ് അഥവാ ഇൻഡിവിജ്വൽ തന്നെയാണ് അത് ആൻസർ ചെയ്യുന്നത്. ഓക്കെ. രണ്ടാമത്തെ എന്താ, മച്ച് മോർ സിമ്പിളാണ്, മറ്റേ മെത്തേഡിനേക്കാളും ലെസ് കോസ്റ്റ്ലി ആണ്, കുറച്ചുകൂടെ കോസ്റ്റ് എഫക്റ്റീവ് ആണ്, ഈസി ടു അഡ്മിനിസ്റ്റർ ആണ്. പിന്നെ എന്താണ് നെഗറ്റീവ് എന്ന് പറയുമ്പോൾ ലാംഗ്വേജ് ബേസ്ഡ് ഇഷ്യൂസ് ഉണ്ടാവാം, ടെസ്റ്റ് ടേക്കറിന് ചിലപ്പോൾ ലാംഗ്വേജ് മനസ്സിലാവാതെ വരാം, അങ്ങനെയൊക്കെ കുറച്ച് ഡിസഡ്വാൻറ്റേജസ് ഉണ്ടാവാം. റിമെമ്പർ, ഇഫ് ദിസ് ക്വസ്റ്റ്യൻ ഇസ് ആസ്ക്ഡ്, ബോത്ത് അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും അവിടെ മെൻഷൻ ചെയ്യണം. അതിൻ്റെ ആൻസർ എഴുതുന്നത് എങ്ങനെയാണ്, ആദ്യം ഇതെന്താണെന്ന് പറയുക, പിന്നെ അത് രണ്ട് കാര്യങ്ങളും പറയുക കേട്ടോ. ഇനിയുള്ളത് ചെക്ക് ലിസ്റ്റ്. ചെക്ക് ലിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നമ്മൾ ഇഫ് യു ഹവ് ഡൺ പ്രാക്ടിക്കൽസ്, നിങ്ങൾ BA സൈക്കോളജിക്കാർ പ്രാക്ടിക്കലൊക്കെ ചെയ്തിരുന്നു, അപ്പം നിങ്ങൾ ചെക്ക് ലിസ്റ്റ് യൂസ് ചെയ്ത് കാണുമല്ലോ. ഇപ്പം നമ്മൾ MAPCക്കൊക്കെ കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ചില എക്സ്പെരിമെൻറ്റ്സ് ഒക്കെ ചെയ്യുമ്പം ദർ വിൽ ബി ചെക്ക് ലിസ്റ്റ്സ്. അതായത് ഇപ്പം മോനെ കുറിച്ചാണ് ചോദിക്കുന്നത്, നിങ്ങളുടെ മോൻ ഓവർട്ട്ലി ടെൻസ്ഡ് ആവാറുണ്ടോ, വിരൽ കടിക്കാറുണ്ടോ, അല്ലെങ്കിൽ എക്സാം ടൈമിൽ തല ഇറങ്ങി വീഴാറുണ്ടോ, ഇഞ്ചക്ഷൻ പേടിയുണ്ടോ, ഇങ്ങനെ ചില സെറ്റ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. എന്നിട്ട് അവർ യെസ് ഓർ നോ ടിക്ക് ചെയ്യണം, മനസ്സിലായോ? അങ്ങനെയുള്ള ചില സർവേ പോലെ നടത്തുന്ന കാര്യങ്ങൾക്കാണ് ചെക്ക് ലിസ്റ്റ്. A checklist can also be used to measure stress. For instance, a checklist can be used for major life events. The individual is asked to check the major life events from a list that the individual has undergone in a given period of time. അപ്പോൾ അതിൻ്റെ അകത്തൊരു പേപ്പർ ആയിരിക്കും, അതിൻ്റെ അകത്ത് എന്തെങ്കിലുമൊക്കെ സ്റ്റേറ്റ്മെൻറ്റ്സ് കാണും, ഇന്ന ഇത് അണ്ടർഗോ ചെയ്തിട്ടുണ്ടോ, ഇന്ന എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടോ, അപ്പോൾ അങ്ങനെ കുറേ ഓപ്ഷൻസ് കാണും. അപ്പോൾ അതിൻ്റെ അകത്തുനിന്ന് അവർ എക്സ്പീരിയൻസ് ചെയ്തത് അവർ ടിക്ക് ചെയ്യേണ്ടതായിരിക്കും. അതാണ് ബേസിക്കലി ചെക്ക് ലിസ്റ്റ് എന്ന് പറയുന്നത്. സോ ദ ലിസ്റ്റ് ഓഫ് മേജർ ഇവൻറ്റ്സ് ഇസ് കെയർഫുള്ളി പ്രിപ്പയർഡ് ആൻഡ് ഇൻക്ലൂഡ്സ് representation of major life events that may occur in any individual's life. അതായത് അവർക്കത് ടിക്ക് ചെയ്യാൻ കൊടുക്കുന്നതിന് മുന്നേ അത് വെൽ പ്രിപ്പയർഡ് ആയിരിക്കും. ഒരാളുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പറ്റുന്ന പല സാഹചര്യങ്ങളായിരിക്കും ഇങ്ങനെ ഓപ്ഷൻസ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. The major life events could include death of a near or a dear person, divorce, transfer, etc. അപ്പോൾ ഓർക്കേണ്ട ഒരു കാര്യം, ഒരാൾ മൾട്ടിപ്പിൾ സ്ട്രെസ്സേഴ്സിനെ അതിജീവിക്കുന്നുണ്ടെങ്കിൽ, അഥവാ മൾട്ടിപ്പിൾ സ്ട്രെസ്സേഴ്സിനെ നേരിടുന്നുണ്ടെങ്കിൽ, ആ ഇൻഡിവിജ്വൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന സ്ട്രെസ് എന്ന് പറയുന്നത് വളരെ അധികമായിരിക്കും കേട്ടോ. ദാറ്റ് ഈസ് ഓൾസോ സംതിങ് യു ഹാവ് ടു കീപ്പ് ഇൻ മൈൻഡ്. ദ ഫോർത്ത് ആൻഡ് ഫൈനൽ മെത്തേഡ് ഇസ് ഇൻ്റർവ്യൂ. Interview is also a method used for the measurement of stress. So in-depth information is collected from the individual face to face. ഒരു ഇൻ്റർവ്യൂ കണ്ടക്ട് ചെയ്യുമ്പം ഒരു ഇൻ്റർവ്യൂവറും ഒരു ഇൻ്റർവ്യൂവും കാണും. അതായത് ചോദ്യം ചോദിക്കുന്ന ആളും കാണും, ചോദിക്കപ്പെടുന്ന ആളും കാണും, അതായത് ആൻസർ ചെയ്യുന്ന ആളും കാണും. ഫേസ് ടു ഫേസ് ആയിരിക്കും. അതിന് കുറച്ച് നിയമങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, റൂൾസൊക്കെ ഉണ്ട്. അപ്പം ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ, ഇത് വളരെ ടൈം കൺസ്യൂമിങ് ആയിരിക്കും, കോസ്റ്റ്ലിയുമായിരിക്കും കേട്ടോ. പിന്നെ ആ ചോദ്യം ചോദിക്കുന്ന ആളുണ്ടല്ലോ, ഇൻ്റർവ്യൂവർ, അദ്ദേഹം വളരെ ട്രെയിൻഡ് ആയിട്ടുള്ള ആളായിരിക്കണം. ഓക്കെ. ഇപ്പം ഹിസ്റ്ററി ടേക്കിംഗ് ഇൻ്റർവ്യൂ ഒക്കെ നമ്മൾ ചെയ്യാറുണ്ട്, എസ്പെഷ്യലി കൗൺസിലിംഗ് സെഷൻസിലൊക്കെ. ഇപ്പം സൈക്കോളജി റിലേറ്റഡ് ആയിട്ട് തന്നെ പറയാം. സോ ഇഫ് you are a student of psychology, you must be having an idea that there is counseling psychology, there is clinical psychology, and there is industrial psychology. So if you have studied counseling psychology, this is also a part of it. Like when you do interview with a client for history taking, you make sure that you ask questions, and from their responses you try to understand the situation and help them with the appropriate suggestions or adjustments to be made. Okay, അവിടാണ് ഇൻ്റർവ്യൂ ഒരു സ്ട്രെസ് മെഷർമെൻറ്റ് ടെക്നിക്കായി നമ്മൾ ഉപയോഗിക്കുന്നത്. ക്ലിയർ ആണോ? Yes. So with that we come to the end of this session. ഈ സെഷനിൽ നമ്മൾ യൂണിറ്റ് 1 ആണ് ഡിസ്കസ് ചെയ്തത്. ഫസ്റ്റ്ലി നമ്മൾ വേർഡ് ഒറിജിൻ പറഞ്ഞു. ലാറ്റിൻ വേർഡായ സ്ട്രിഞ്ചറിൽ നിന്നാണ് ഈ ഒരു സ്ട്രെസ് എന്ന് പറയുന്ന വേർഡ് വന്നത്. ആദ്യകാലത്ത് ഫിസിക്കൽ സയൻസസുമായിട്ടായിരുന്നു ഇത് ബന്ധപ്പെട്ട് കിടന്നത്. പിൽക്കാലത്ത് ഒത്തിരി അധികം മനുഷ്യർ, കാനൻ ഉണ്ടായിരുന്നു, ഹാൻസ് ഉണ്ടായിരുന്നു, പിന്നെ സ്കാഫർ ഉണ്ടായിരുന്നു, അങ്ങനെ ഒത്തിരി പേരുടെ ഡെഫിനിഷൻസ് നമ്മൾ കണ്ടു. അതെല്ലാം വെസ്റ്റേൺ പെർസ്പെക്റ്റീവ് ആയിരുന്നു. ഈസ്റ്റേൺ പെർസ്പെക്റ്റീവിലോട്ട് വരുമ്പം
അത് ലാക്ക് ഓർ ആബ്സെൻസ് ഓഫ് ഇന്നർ പീസ് എന്നാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ എന്ത് കണ്ടു? ടൈപ്സ് ഓഫ് സ്ട്രെസ്സസ് കണ്ടു. യൂസ്ട്രെസ് ഉണ്ട്, ന്യൂ സ്ട്രെസ് ഉണ്ട്, ഡിസ്ട്രെസ് ഉണ്ട്, ഹൈപ്പർ സ്ട്രെസ് ഉണ്ട്, ഹൈപ്പർ സ്ട്രെസ് ഉണ്ട്. അതിനുശേഷം നമ്മൾ മെയിൻ സോഴ്സസ് ഓഫ് സ്ട്രെസ് കണ്ടു. പ്രധാനമായിട്ടും ഏതൊക്കെയാണ്? ഫ്രസ്ട്രേഷൻ ഉണ്ട്, പ്രഷർ ഉണ്ട്, കോൺഫ്ലിക്റ്റ് ഓഫ് മോട്ടീവ് ഉണ്ട്. പിന്നെ റിമെമ്പർ ദ സിംറ്റംസ് ഓഫ് സ്ട്രെസ്. ഒത്തിരി അധികം സിംറ്റംസ് നമ്മൾ കണ്ടു, അതൊക്കെ ഓർത്തിരിക്കുക. സ്ട്രെസ്സേഴ്സ് എന്താണെന്ന് നമ്മൾ പഠിച്ചു, അതിൻ്റെ ഡെഫിനിഷൻ നമ്മൾ പഠിച്ചു. അതിനുശേഷം ടുവേർഡ്സ് ദ എൻഡ് നമ്മൾ മെഷർമെൻറ്റ് ഓഫ് സ്ട്രെസ്സും പഠിച്ചു. സോ ദിസ് ഈസ് ഫ്രം ദ എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ എ വെരി ഇമ്പോർട്ടൻറ്റ് യൂണിറ്റ്. ഒത്തിരി അധികം തിയറി ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഈ യൂണിറ്റ് എടുത്തിട്ടുണ്ട്. ഇനിയും അടുത്ത ക്ലാസ്സിൽ വിൽ ഡീൽ വിത്ത് യൂണിറ്റ് 2. ദാറ്റ് ഈസ് മച്ച് മോർ ഇമ്പോർട്ടൻറ്റ് ബിക്കോസ് ദർ വി സ്റ്റഡി ദ തിയറീസ് ഓഫ് സ്ട്രെസ്. ഇൻ ദ സെൻസ് വി വിൽ സ്റ്റഡി ദ മോഡൽസ് ഓഫ് സ്ട്രെസ്. എത്ര മോഡൽസ് ഉണ്ടെന്ന് അറിയാമോ? ദർ ആർ 7 മോഡൽസ് ഓഫ് സ്ട്രെസ്. ഫസ്റ്റ്ലി ഫൈറ്റ് ഓർ ഫൈറ്റ് റെസ്പോൺസ്, ജനറൽ അഡാപ്റ്റേഷൻ സിൻഡ്രോം, കോഗ്നിറ്റീവ് അപ്രൈസൽ മോഡൽ, പേഴ്സൺ എൻവയോൺമെൻറ്റ് ഫിറ്റ് മോഡൽ, psychodynamic theory, genetic constitutional theory, diathesis stress model. കേൾക്കുമ്പോൾ ഇതൊക്കെ എന്തുവാണെന്ന് അറിയാത്തത് കൊണ്ടുള്ള ഒരു സ്ട്രെസ് ഇപ്പം നിങ്ങൾക്ക് ഫീൽ ചെയ്ത് കാണും. പഠിക്കാൻ താല്പര്യമുള്ള TEE അവെയർ ആയിട്ടുള്ളവർക്ക് എന്തായാലും തോന്നി കാണും. സോ ഡോണ്ട് യു വെറി, ഐ വിൽ ഹെൽപ്പ് യു ഔട്ട്. വിൽ ഡീൽ വിത്ത് ദിസ് ഇൻ നെക്സ്റ്റ് ക്ലാസ്.